സ്വഹാബിമാർ അവർക്കിടയിൽ നടന്ന ചില സംഭവങ്ങളിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നിരൂപണങ്ങൾ അവർ ചെയ്യുകയാണ്. നിരൂപണങ്ങളിൽ അവർക്ക് ശരിയെന്ന് തോന്നുന്നത് അവർ പറയുന്നു, തെറ്റെന്ന് തോന്നുന്നവയെ അവർ തിരുത്തുന്നു. പക്ഷേ അത് കേൾക്കുന്ന ആൾക്കോ പറയുന്ന ആൾക്കോ ഹൃദയത്തിനുള്ളിൽ ഒരു വെറുപ്പുമില്ല. ഇവിടെ ചെറിയൊരു കാര്യം, മഹാനായ ഉസ്മാൻ തങ്ങളുടെ ഒരു വീക്ഷണം, അവരുടെ ഒരു ഇജ്തിഹാദ് പ്രകാരം ഹജ്ജിന് പോകുമ്പോൾ തമത്തുഅ പാടില്ല. ഉംറ ചെയ്ത് പിന്നെ ഹജ്ജ് ചെയ്യുന്നവരും ഉംറ ഇഹ്റാം ചെയ്ത് പിന്നെ ഹജ്ജ് ചെയ്യുന്ന ഒരു സന്ദർഭം, അത് പാടില്ല എന്ന അഭിപ്രായക്കാരനാണ് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അലി തങ്ങളാണെങ്കിലോ തമത്തുഅ പാടുണ്ട് എന്ന അഭിപ്രായമാണ്. അങ്ങനെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഹജ്ജിന് പോകുമ്പോൾ ആരും തമത്തുഅ ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോൾ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉസ്മാൻ തങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ലബ്ബൈക ഉംറതൻ മുതമത്തിഅൻ ബിഹാ ഇലൽ ഹജ്ജ്, ലബ്ബൈക ഉംറതൻ മുതമത്തിഅൻ ബിഹാ ഇലൽ ഹജ്ജ്. ഞാനിതാ ഹജ്ജിന് പോകുന്നു തമത്തുആയിട്ട്. ഞാൻ ആദ്യം ഉംറയാണ് ചെയ്യുന്നത്, പിന്നെയാണ് ഹജ്ജ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് മഹാനായ അലി റളിയല്ലാഹു അൻഹു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ തങ്ങളുടെ ഇജ്തിഹാദ് മഹാനവറുകൾക്ക് ബോധ്യപ്പെട്ടത് അവിടെ ഉറക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു ബുദ്ധിമുട്ടും ഒരു വിഷമവും ഉസ്മാനവർക്ക് ഉണ്ടായില്ല. അലി തങ്ങൾക്കതിൽ ഒരു വ്യക്തിപരമായ ദേഷ്യവും ഉണ്ടായില്ല. നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ സംഭവിക്കുന്ന വലിയൊരു ദുരന്തം വ്യക്തിപരമായി പോകുന്ന അവസ്ഥയിൽ കാര്യങ്ങളെ എത്തിക്കുക എന്നതാണ്. ഒരിക്കലും ഒരാളെ, ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു കാര്യം പറയുക. നമ്മൾ പറയുന്നത് വിഷയങ്ങളാണ്, പൊതുവിഷയങ്ങളാണ്. ആ പൊതുവിഷയങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ അത് ബാധകമാണ്. لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. മുആവിയ ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹു മുആവിയ തങ്ങളെ ഹജ്ജ് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ കഅബാലയത്തിന്റെ എല്ലാ മൂലകളും ചുംബിക്കുന്നത് കണ്ടു. റുക്നുൽ യമാനി, പിന്നെ ഹജറുൽ അസ്വദ് നിൽക്കുന്ന ആ ഭാഗം, ഈ രണ്ട് ഭാഗങ്ങളാണ്, ഈ രണ്ട് റുക്നുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുത്തിയത് എന്ന ഹദീസിലുണ്ട്. പക്ഷെ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഇജ്തിഹാദ് എല്ലാ ഭാഗവും കഅബയുടെ 4 ചുമരുകളും മുത്തണമെന്നാണ്. അങ്ങനെ മുആവിയ റളിയല്ലാഹു അൻഹു അങ്ങനെ ചെയ്തു. ആ സമയം മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, അല്ലാഹുവിന്റെ റസൂലിന്റെ അളാപ്പയുടെ മകനും വിശുദ്ധ ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവുമായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, അവരുടെ അഭിപ്രായ പ്രകാരം കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യസ്തലിമു ഇല്ല റുക്നൈൻ, 2 റുക്നുകൾ മാത്രമേ ചുംബിക്കാവൂ എന്ന അഭിപ്രായമാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനുള്ളത്. കാരണം ഹബീബായ നബിതങ്ങൾ അങ്ങനെയല്ലേ ചെയ്തത് എന്ന പക്ഷക്കാരനാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. നേരെ മറിച്ച് മുആവിയ റളിയല്ലാഹു അൻഹു അവരുടെ സ്വഹാബിയാണ്. ഓരോ സ്വഹാബിമാരും ഓരോരുത്തരും മുജ്തഹിദുകളാണ്. അവരവരുടെ ഇൽമനുസരിച്ച് ഇജ്തിഹാദ് ചെയ്ത കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. മുആവിയ റളിയല്ലാഹു അൻഹു ആണെങ്കിലോ കഅബാലയത്തിന്റെ 4 ചുമരുകളും ചുംബിച്ചുകൊണ്ടാണ് മഹാനവറുകൾ അവിടെ തവാഫിന്റെ സമയം കഴിഞ്ഞാൽ പിന്നെ കഅബാലയത്തെ മുഴുവൻ ചുംബിക്കും. 2 റുക്നുകൾ മാത്രം, റുക്നുൽ യമാനിയും ഹജറുൽ അസ്വദുള്ള റുക്നു മാത്രമല്ല, കഅബയുടെ എല്ലാ റുക്നുകളും മഹാനവറുകൾ ചുംബിക്കും. അത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായത്തിനെതിരായിരുന്നു. മഹാനവറുകൾ പറഞ്ഞു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, അല്ലാഹുവിന്റെ റസൂലിൽ നമുക്ക് മാതൃകയുണ്ടല്ലോ. വകാന നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യസ്തലിമു ഇല്ല റുക്നൈൻ, റുക്നുൽ യമാനിയും ഹജറുൽ അസ്വദുമാണ് നബിതങ്ങൾ മുത്തിയിരുന്നത്. അതുകൊണ്ട് ആ 2 റുക്നും മുത്തണമെന്ന പക്ഷക്കാരനാണ് ഞാനെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മുആവിയ റളിയല്ലാഹു അൻഹുവിനോട് തിരുത്തു പറയുന്ന ഹദീസിലുണ്ട്. ഈ ഒരു തിരുത്തു പറയുന്നത് ഗുണകാംക്ഷയാണ്. നമ്മുടെ മഹല്ലുകളിൽ, നമ്മുടെ സ്ഥാപനങ്ങളിൽ, നമ്മുടെ സംഘടനാതലങ്ങളിൽ ഒക്കെ മനുഷ്യന്മാരാണ്. അമ്പിയാക്കന്മാർ, അല്ലാഹുവിന്റെ പ്രവാചകന്മാർ, അവരും മഅസൂമികളാണ്, പാപസുരക്ഷിതരാണ്. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ മഹ്ഫൂദികളാണ്. നേരെ മറിച്ച് സാധാരണക്കാരായ ആളുകളെ അമ്പിയാക്കന്മാരെ കഴിഞ്ഞാൽ പിന്നെ പാപസുരക്ഷിതത്വം എന്ന് പറയുന്ന ഒരു മഖാം അമ്പിയാഹിന്റെ മാത്രം അല്ലാഹു നൽകിയതാണ്. അല്ലാഹു തആല ബാക്കിയുള്ള ആളുകൾക്ക് ആ ഒരു ഇസ്മത്ത് കൊടുത്തിട്ടില്ല. നമ്മളൊക്കെ തെറ്റ് സംഭവിക്കുന്നവരാണ്. തെറ്റ് സംഭവിക്കുന്നു എന്നത്
മനുഷ്യനും ആ തെറ്റുകളെ തിരുത്തി തരുമ്പോ ആ തിരുത്തലുകളെ ഹൃദ്യമായി സ്വീകരിക്കാൻ കഴിയുന്നത് അത് എത്ര പേർക്ക് കഴിയും? നമ്മളോട് കുറ്റം പറഞ്ഞാൽ, നമ്മളോട് നിരൂപണം ചെയ്താൽ എത്ര ആളുകൾക്കത് സ്നേഹത്തോടെ സ്വീകരിക്കാൻ പറ്റുന്നുണ്ട്? നമുക്ക് പറ്റുമോ? നമുക്ക് ആ പറഞ്ഞ ആളോട് ദേഷ്യം വരില്ലേ? നമ്മൾ അയാളെ വിളിച്ച് ബ്ലോക്കാക്കൂലേ? നമ്മൾ ആ ആളുകളെ പിന്നെ കാണാൻ ഇഷ്ടപ്പെടുമോ? നമ്മൾ ഇഷ്ടപ്പെടണമെന്ന്. കാരണം നമുക്കൊരു ഖൈറല്ലേ അവർ ചെയ്തത്. ഹദിയ കൊടുക്കുകയാണ്, സമ്മാനം കൊടുക്കും. എങ്ങനെ? മഹാന്റെ വാക്ക് നോക്കൂ. അല്ലാഹു ഒരു മനുഷ്യനെ റഹ്മത്ത് ചെയ്യട്ടെ, അല്ലാഹു കരുണ ചെയ്യട്ടെ. എന്റെ കുറ്റങ്ങൾ, എന്റെ കുറവുകൾ, എന്റെ ന്യൂനത എനിക്ക് പറഞ്ഞു തരുന്ന ആൾക്ക് അല്ലാഹുവേ നീ റഹ്മത്ത് ചെയ്യണമേ. എന്റെ ഐബ് എനിക്ക് ഹദിയയായി തന്നു. അഹ്ദാന്ന് പറഞ്ഞാൽ ഹദിയ കൊടുക്കാനാണ്. ഹദിയ എന്ന് പറയുന്നത് സമ്മാനമാണ്. കുറ്റം കുറവ് സമ്മാനമായി കൊടുക്കുക. അങ്ങനെ സമ്മാനം നമ്മൾ വിളിക്കുമോ? നമ്മളങ്ങനെ വിളിക്കുമോ? ഒരു കുറ്റം പറയുമ്പോൾ സമ്മാനം എന്ന് പറയുമോ? നമ്മൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിന്റെ നീയത്ത് ശരിയാവണമെന്നാണ്. നീയത്താണ് വിഷയം. നീയത്ത് എന്നത് ഏറ്റവും പ്രധാനമാണ്. ഏത് അമലും ചെറുതാകുന്നതും വലുതാകുന്നതും നീയത്തിനനുസരിച്ചാണ്. നന്നാവുന്നതും ചീത്തയാവുന്നതും നീയത്തിനനുസരിച്ചിട്ടാണ്. മഹാനവറുകൾ പറയുന്നു, എന്നോട് എന്നെ ഗുണകാംക്ഷയോടുകൂടെ എന്നോട് എന്റെ ഒരു കുറ്റം പറഞ്ഞു തരുന്ന ആളിന്, നിങ്ങൾക്ക് ഇന്ന കുറ്റമുണ്ട്, നിങ്ങൾ ഈ ചെയ്തത് ശരിയായില്ല എന്ന് എന്നോട് പറയുന്നവർക്ക്, ആ കുറ്റങ്ങൾ എനിക്ക് ഹദിയയായി നൽകുന്നവർക്ക് അല്ലാഹുവേ നീ റഹ്മത്ത് ചെയ്യണമേ. എത്ര നല്ല ചിന്തയാണ്. ആ ഒരു മനസ്സിലേക്ക് നമുക്ക് മാറാൻ കഴിയും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിന് സ്വയം ഒരു നിരൂപണം ചെയ്യുന്നവർക്ക് സാധിക്കും. സ്വയം നിരൂപിക്കുക. ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയും. നമ്മൾ നമ്മളെ ഒന്ന് നോക്കുക, നമ്മൾ നമ്മളെ ഒന്ന് പരിശോധിക്കുക. ഹാസിബൂ അൻഫുസകും ഖബ്ല അൻ തുഹാസബൂ. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന ഈ അഥർ സുനൻ തുർമിദിയിൽ ഇമാം അബൂ ഈസ തുർമിദി തങ്ങൾ ഉദ്ധരിക്കുന്നു. ഹാസിബൂ അൻഫുസകും ഖബ്ല അൻ തുഹാസബൂ. നിങ്ങൾ ഓരോരുത്തരും അവനവനെ ഒന്ന് വിചാരണ ചെയ്യണമേ. അല്ലാഹു നാളെ നമ്മെ വിചാരണ ചെയ്യുന്നതിന്റെ മുമ്പ്, പടച്ചവൻ നമ്മളെ വിചാരണ ചെയ്യാൻ പോവുക. അതിന്റെ മുമ്പ് നമ്മൾ നമ്മളെ ഒന്ന് വിചാരണ ചെയ്യും. തീരുമാനിച്ചോ? നീ എപ്പോഴാ ചെയ്യാ, എങ്ങനെ വിചാരണ ചെയ്യാ എന്നൊന്ന് ആലോചിച്ചു നോക്കി. അതിനാലിമീങ്ങൾ പറയാ, വിചാരണ ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? ഒരു പാർട്ട്ണർ, ഒരു ബിസിനസ്സിൽ രണ്ടുപേര് പാർട്ട്നേഴ്സ് ആണെന്ന് വിചാരിക്കുക. ഒരു പാർട്ട്ണർ അടുത്ത മറ്റേ പാർട്ട്ണറെ എങ്ങനെ വിചാരണ ചെയ്യുന്നുവോ അങ്ങനെ സ്വന്തം ക്ഷേത്രത്തെ വിചാരണ ചെയ്യാറ്. പൈസന്റെ ഒരുപാടല്ലേ? അപ്പൊ ശരിക്കും നോക്കും, ആ പൈസയോടെ പോയി ഈ ബില്ലോടെ അതെന്തിനോ ചെയ്തു, അവൻ ലാഭം ഏറെ എടുത്തിട്ടുണ്ടോ, അവർ കണക്ക് വെക്കാതെ പോയിട്ടുണ്ടോ, വെച്ചതിൽ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ? ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറെ എങ്ങനെയാണ് വിചാരണ ചെയ്യുക? അങ്ങനെ നിങ്ങൾ നിങ്ങളെ വിചാരണ ചെയ്യണം. എപ്പോ? അല്ലാഹു നിങ്ങളെ വിചാരണ ചെയ്യാൻ പോകുന്നുണ്ട് നാളെ പരലോകത്ത്. അതിന്റെ മുമ്പ് നിങ്ങൾ ഇവിടെ വെച്ച് നിങ്ങളെ വിചാരണ ചെയ്യണമേ. എന്നാൽ നാളത്തെ വിചാരണ എപ്പോ? നിങ്ങളുടെ അമലുകളെ തൂക്കി നോക്കേണമേ. അല്ലാഹു നിങ്ങളുടെ അമലുകൾ നാളെ തുലാസിൽ വെച്ച് തൂക്കാൻ പോകുന്നു. എന്താ നമ്മുടെ കയ്യിലുള്ളത്? ഇത് മരിച്ചു എന്നൊരു എംബാരസ്മെന്റിലേക്ക് പടച്ചോനെ ഇങ്ങനെയൊക്കെയാണോ സംഭവിച്ചത് എന്നൊരു എംബാരസ്മെന്റ് നമ്മൾ പേടിച്ചു പോകരുത്. ഇവിടെ തന്നെ ചെയ്തു പോകാം. അതിപ്പോ റമദാൻ വരെ കാത്തിരിക്കേണ്ട. ഇന്ന് രാത്രി തന്നെ തുടങ്ങാം, നാളെ രാവിലെ തന്നെ തുടങ്ങാം. ഇത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇന്നത്തെ ഈ വേഗം മുതൽ നമ്മൾ ഈ ഇരിക്കുന്നത് രക്ഷപ്പെട്ടു. നമ്മൾ ചെയ്യുന്നില്ല, നമ്മൾ നമ്മളെ വിചാരണ ചെയ്യാൻ. നമുക്ക് എത്ര നന്മയുണ്ട്, എത്രയെല്ലാം തിന്മയുണ്ട്, നമ്മളിൽ എത്ര നല്ല ഗുണങ്ങളുണ്ട്, എത്ര മോശപ്പെട്ടതുണ്ട്. ആ മോശപ്പെട്ടതിനെ എങ്ങനെ നമുക്ക് നന്നാക്കിയെടുക്കാൻ പറ്റും? തൗബ ചെയ്യേണ്ടത് തൗബ ചെയ്ത് മടങ്ങി. വല്ലാത്തൊരു അത്ഭുതമല്ലേ, അല്ലാഹു നമുക്ക് തൗബ എന്ന സുഗന്ധം നൽകിയില്ലായിരുന്നെങ്കിൽ പാപത്തിന്റെ ദുർഗന്ധം നമ്മൾ വിട്ടുമാറുന്നു. തൗബ ചെയ്യുന്ന ആളുകൾക്ക് തൗബ ചെയ്ത് മടങ്ങിയാൽ ആ തെറ്റ് ചെയ്തിട്ട് പോലുമില്ല എന്ന അവസ്ഥയിൽ അല്ലാഹു മാറ്റിത്തരുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട്
അല്ലാഹുവിന്റെ മുമ്പിൽ ഒന്നുപോലും മറഞ്ഞു പോകാതെ, ഒന്നുപോലും വിട്ടുപോകാതെ കടുത്ത ഒരു അതിസൂക്ഷ്മമായ വിചാരണയ്ക്ക് നിങ്ങൾ വിധേയരാവാൻ പോകുന്നു. ആ വിചാരണക്ക് മുമ്പ് നിങ്ങളെ വിചാരണ ചെയ്യണേ. അല്ലാഹു അമലുകൾ തൂക്കാൻ പോകുന്നതിന്റെ മുമ്പ് നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് തൂക്കേണമേ. ഫഇന്നഹു അഹ്വനു അലൈക്കും ഫിൽ ഹിസാബി ഗദൻ ഇൻദല്ലാഹി അസ്സ വജൽ. അല്ലാഹു അസ്സ വജല്ലിന്റെ മുമ്പിലേക്ക് എത്തുമ്പോൾ നമ്മുടെ വിചാരണ എളുപ്പമാവാൻ ഇത് കാരണമാണ്. നിങ്ങളെ വിചാരണ ചെയ്യണം. ഫറൂഖ് റളിയല്ലാഹു അൻഹു ഒരു ഈത്തപ്പനത്തോട്ടത്തിൽ കയറി സ്വന്തത്തെ വിളിച്ച് വിചാരണ ചെയ്യുന്നത് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു കേട്ടത് ഹദീസിലുണ്ട്. ഉമർ ഇങ്ങനെ വിളിക്കുന്നുണ്ട് റളിയല്ലാഹു അൻഹു, അമീറുൽ മുഅ്മിനീൻ ഉമർ, ബഖിൻ ഉമറേ, നീ അമീറുൽ മുഅ്മിനീൻ ആണല്ലേ, നല്ല കോള്, നീ നല്ല ആളാണ്, നീ ഭയങ്കരനാണ്, നീ അമീറുൽ മുഅ്മിനീൻ, മുസ്ലിമീങ്ങളുടെ മുഅ്മിനീങ്ങളുടെ നേതാവ് അല്ലേ. والله يا عمر لتتقين الله او ليعذبنك. ഉമറേ, നീ അല്ലാഹുവിനെ ഭയപ്പെടണമേ, അല്ലെങ്കിൽ ഉമറേ അല്ലാഹു നിന്നെ ശിക്ഷിക്കും കേട്ടോ എന്ന് ഈത്തപ്പന തോട്ടത്തിലൂടെ നടന്ന ഒറ്റയ്ക്ക് ഉറക്ക ശരീരത്തോട് ഒരു രാത്രിയിൽ വിളിച്ചു പറയുന്ന കാഴ്ച മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി, ഹബീബിന്റെ ഖാദിമായ സ്വഹാബി ആ വഴിയിലൂടെ നടക്കുമ്പോൾ കേട്ടതാണ്. മഹാൻ വെറുതെ നിന്നു. ആരെ വിളിക്കുന്നത്? ഉമർ റളിയല്ലാഹു അൻഹു പേരാണല്ലേ വിളിക്കുന്നത്. ആരാണ് അമീറുൽ മുഅ്മിനീൻ ഇങ്ങനെ വിളിച്ച് ചീത്ത പറയുന്നത്? ഉമറേ, നീ അല്ലാഹുവിനെ പേടിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അല്ലാഹു നിന്നെ ശിക്ഷിക്കും. ആരാണ് ഇവരൊക്കെ? സ്വർഗത്തിലേക്ക് പോകുമെന്ന് നബി തങ്ങൾ ഉറപ്പിച്ചു പറഞ്ഞ സ്വഹാബിമാർ. ഉമറേ, അല്ലാഹു നിന്നെ ശിക്ഷിക്കും കേട്ടോ, ഉമറേ നീ അല്ലാഹുവിനെ ഭയപ്പെടണം കേട്ടോ എന്ന് സ്വന്തത്തോട് ഉണർന്നവർ വിളിച്ചു പറയുന്നത് ആര് കേൾക്കുന്നു? അനസ്വരമായി. ഇസ്ലാം എന്നത് ഈ സംസ്കരണമാണ്. നമ്മൾ കുറെ സയൻസും കുറെ അത് ഇതും പറഞ്ഞിട്ടൊന്നും അല്ല. നമ്മൾ നന്നായെങ്കിലേ സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റുള്ളൂ. നമ്മൾ അറിയേണ്ടത് തസ്കിയത്താണ്. നമ്മൾ മനസ്സിലാക്കേണ്ടതും നമ്മളെ സംസ്കരിക്കുക എന്ന കാര്യമാണ്. ഇത് നടക്കാതെ എന്ത് അറിവുണ്ടായിട്ടുണ്ടായില്ല. അല്ലാഹു നമ്മൾ നന്നാക്കി തരട്ടെ. അല്ലാഹു നമ്മുടെ തെറ്റുകളെ പുറത്തു തരട്ടെ. അല്ലാഹു നമുക്ക് മഗ്ഫിറത്ത് നൽകട്ടെ, മർഹമത്ത് നൽകട്ടെ. യൗമഇദിൻ തുഅറദൂൻ യൗമഇദിൻ തുഅറദൂന ലാ തഖ്ഫാ മിൻകും ഖാഫിയ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് ഹൻദലത്ത് ഇബ്നു റബീഉൽ ഉസൈദി റളിയല്ലാഹു അൻഹു കടന്നു വരുന്നു. സ്വഹീഹ് മുസ്ലിമിൽ ഈ സംഭവമുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് വന്ന് പറഞ്ഞു, കരഞ്ഞുകൊണ്ട്, ദുഃഖിതനായി കരഞ്ഞുകൊണ്ടാണ് വരുന്നത്. ഹൻദലത്ത് ഇബ്നു റബീഉൽ ഉസൈദി റളിയല്ലാഹു അൻഹു, യാ അബൂബക്കർ നാഫഖ ഹൻദല. അബൂബക്കറെ, ഞാൻ ഹൻദലത്ത് ഇബ്നു റബീഉ മുനാഫിഖാണ്, ഞാൻ കപടവിശ്വാസിയാണല്ലോ, ഞാനൊരു മുഅ്മിനായിട്ടില്ലല്ലോ അബൂബക്കറെ, എനിക്ക് എന്നെ കുറിച്ച് പേടിയാവുന്നു, ഞാൻ കപടവിശ്വാസിയാണ് അബൂബക്കറെ. ആരായി പറയുന്നത്? ഹബീബിന്റെ സ്വഹാബി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തുകൊണ്ടാണ് ഹൻദല നിങ്ങൾ അങ്ങനെ പറയുന്നത്? കപടവിശ്വാസിയോ മുനാഫിഖോ? അതിന് മാത്രം എന്ത് ചെയ്തു നിങ്ങൾ? അകൂനു ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഹാൽ. ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തൊരു മനോഹരമായ അവസ്ഥയിലാണ്. അവിടുന്ന് സ്വർഗത്തെ കുറിച്ച് പറഞ്ഞു തരുന്നു, സ്വർഗത്തിന്റെ മനോഹരമായ അനുഭവങ്ങൾ അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു തരുന്നു, നരകത്തെ കുറിച്ച് പറഞ്ഞു തരുന്നു, ആഖിറത്തെ കുറിച്ച്, ദുനിയാവിനെ കുറിച്ച്, ശരീഅത്തിനെ കുറിച്ച്. ഈ അറിവുകളെല്ലാം കേൾക്കുമ്പോൾ എന്ത് രസമാണ്, എന്ത് ആനന്ദമാണ്, എന്തോ ഒരു അനുഭൂതിയാണ്. സ്വർഗം കണ്ണിൽ കാണുന്ന പോലെ, നരകം കണ്ണിൽ കാണുന്ന പോലെ, അല്ലാഹു ജല്ല ജലാലുവിന്റെ മുമ്പിൽ ഇരിക്കുന്ന പോലെ. പക്ഷെ സിദ്ദീഖേ, എന്ത് കാര്യം? ഹബീബായ തങ്ങളുടെ വാത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോയാൽ, നബി തങ്ങളുടെ മജ്ലിസിൽ നമ്മൾ പുറത്തേക്ക് പോയാൽ, ഫഇദാ ദഹബനാ മിൻഹു ആസഫന അൽ-ഔലാദ് വൽ-അസ്വാജ് വൽ-ളിആത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മക്കളായി, ഭാര്യമാര്, നമ്മുടെ കച്ചവടം, തൊഴില്, നമ്മുടെ കൃഷിസ്ഥലങ്ങള്, പിന്നെ നമ്മളിതൊക്കെ മറന്നു പോവുകയാണ്. കച്ചവടത്തിൽ ഇറങ്ങുമ്പോൾ ഓർമ്മ വരുന്നില്ല. വീട്ടിലെത്തി മക്കളുടെ കൂടെ കളിക്കുമ്പോൾ
ആഖിറം മറന്നു പോകുന്നു, പരലോകം ഓർമ്മ വരുന്നില്ല, നരകം ഓർമ്മ വരുന്നില്ല. അങ്ങനെ വരികയാണെങ്കിൽ ഇത് കപടവിശ്വാസമല്ലേ? നമ്മുടെ ഈമാൻ എത്ര ദുർബലമാണ്. അബൂബക്കറെ, ഞാൻ മുനാഫിഖാണോ എന്ന് പേടിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഹൻദലത്ത് ബിൻ റബീഉൽ ഉസൈദി റളിയല്ലാഹു അൻഹു സിദ്ദീഖിനോട് പരാതി പറയുന്നത്. ഇതൊരു ആത്മവിമർശനമാണ്. നമ്മളെ പറ്റി ആലോചിക്കേണ്ടത്, നമ്മൾ അത്ര നല്ല ആളാണോ? നമ്മളെ പറ്റി ആളുകൾ പലതും പറയുന്നുണ്ടാകാം, പക്ഷെ നമ്മൾ അത്ര നല്ല ആളാണ്. പ്രസംഗിക്കുന്ന ഒരു വാഴ്ത്ത പറയുന്ന നേതാക്കന്മാരൊക്കെ ആകുമ്പോൾ അനൗൺസ് ചെയ്യുമ്പോൾ കുറേ പൊക്കി പറയും. ഒരു സ്റ്റൈലായി മാറിയിട്ട് ഞാനത് അറിയിക്കുന്നുണ്ടോ, ഞാൻ ആ പറഞ്ഞ ആളാണോ അല്ലയോ എന്ന് ഞാൻ എന്നെ പറ്റി ആലോചിക്കുന്നു. നമ്മൾ ഓരോരുത്തരെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഒരാൾ വന്നിട്ട് സിദ്ദീഖ് തങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് വല്ലാണ്ടങ്ങ് പുകഴ്ത്തി, വല്ലാണ്ടങ്ങ് പൊക്കി പറഞ്ഞു. സിദ്ദീഖ് തങ്ങൾ പറഞ്ഞ വാക്കെന്താണെന്നറിയോ? اللهم لا تفتني بما يقولون واجعل لي خيرا مما يظنون واغفر لي ما لا يعلمون. അല്ലാഹുവേ, ഇവരൊക്കെ ഇങ്ങനെ പൊക്കി പറയുന്നത് കേൾക്കുമ്പോൾ പടച്ചവനെ നീ എന്നെ ഫിത്നയിലാക്കരുതേ റബ്ബേ. اللهم لا تفتني بما يقولون. അവരെന്നെ പറ്റി പറയുന്നത് കേൾക്കുമ്പോൾ ഞാനൊരു വലിയ ആളാണെന്ന് എനിക്ക് തോന്നൽ വന്നു പോകുമോ? പടച്ചവനെ കാക്കണേ, ഞാൻ അങ്ങനെയൊന്നും അല്ലല്ലോ റബ്ബേ. അവരെന്നെ പറ്റി എന്താണോ വിചാരിക്കുന്നത് അതിലേറെ നല്ല ആളായ റബ്ബേ, നീ എന്നെ മാറ്റി തരണമേ. എന്നെ കുറിച്ച് അവരറിയാത്ത എന്റെ തെറ്റുകളുണ്ടാകും റബ്ബേ, എനിക്ക് നീ പുറത്തു തരണമേ. അങ്ങനെയാണ് നമ്മളൊക്കെ ചിന്തിക്കേണ്ടത്. അല്ലാഹു നമ്മുടെ ഹൃദയങ്ങളെ അഹങ്കാരവും അഹംഭാവവും വന്നു പോകാതെ കിബ്റും റിയാവും സുംഅത്തും ഇഅ്ജാബും നഫ്സും ഇഅ്ജാബും റഹീം ഒന്നും വരാൻ അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഇത് വലിയ അപകടമാണ്, ഗുരുതരമായ അപകടമാണ്. പ്രത്യേകിച്ച് പൊതുരംഗത്ത് നിൽക്കുന്ന ആളുകൾ, സ്റ്റേജിൽ കയറുന്നവർ, പൊതുരംഗത്തുള്ളവർ, ഒരല്പം പ്രശസ്തിയോ കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾ വലിയ ദുരന്തമാണ്. ഏറ്റവും പേടിക്കേണ്ട വിഷയമാണ്. ആളുകൾ വിചാരിക്കുന്നത് നല്ലതായിരിക്കും, പക്ഷെ നമ്മൾ അത്രത്തോളം എത്തിയിട്ടില്ല. നമുക്കറിയാം പ്രച്ചവനെ അതിനേക്കാളും നമ്മളെ ഹൈറാക്കി തരാനാണ്. പിന്നെ ആളുകൾ ഇങ്ങനെ അവരാണെന്ന് നന്മയല്ലേ പറയുള്ളൂ. അവരറിയാത്ത തെറ്റുകൾ എനിക്കുണ്ട് റബ്ബേ, ആ തെറ്റിന് എനിക്ക് പുറത്തു തരണമേ. പിന്നെ പറയാം, അവരാ പറയുന്നത് കൊണ്ടൊന്നും റബ്ബേ എന്നെ നീ ഫിത്നയിലാക്കരുതേ. അത് കേൾക്കുമ്പോൾ എനിക്ക് എന്നെ പറ്റി ഞാൻ വലിയ ആളാണെന്ന് തോന്നിപ്പോകുന്ന അവസ്ഥ വരുന്നതേ പടച്ചവനെ എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു حنظلة بن ربيع الأسيدي رضي الله عنه نافق حنظلة മുനാഫിഖായോ എന്ന് പറഞ്ഞ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പരാതി പറയാൻ വന്നിരിക്കുകയാണ്. എന്താ പരാതി? ഞാൻ റസൂലുള്ളാഹിയുടെ മുമ്പിൽ ഇരിക്കുന്ന പോലെ വീട്ടിലെത്തിയാൽ കിട്ടുന്നില്ലല്ലോ. ഈ വാദിന്റെ സദസ്സിൽ നമ്മളിരിക്കുമ്പോൾ ഞാനും നിങ്ങളും ചിന്തിക്കുന്ന പോലെ നമ്മൾ വീട്ടിലെത്തിയാൽ ഇങ്ങനെ ചിന്തിക്കുമോ? ഇല്ല, പറ്റുന്നില്ല അല്ലേ? നമ്മൾ മറന്നുപോകുന്നു. അങ്ങനെ വരുന്നത് കപടവിശ്വാസമല്ലയോ? സിദ്ദീഖ് പറഞ്ഞു, അങ്ങനെ കരയില്ല, നമുക്ക് രണ്ടുപേർക്കും പോകാം. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദറത്തിലേക്ക് കടന്നു പോകാം. ഹബീബിനോട് ചെന്ന് ചോദിക്കാം. ഹബീബായ അല്ലാഹുവിന്റെ റസൂലിനോട് രണ്ടുപേരും വന്ന് പരാതി പറഞ്ഞു, നബിയേ ഹൻദല ഇങ്ങനെ പറയുന്നുണ്ട് നബിയേ, എന്താണ് ഇതിന്റെ നിജസ്ഥിതി? നിങ്ങൾ എന്താണ് ഞങ്ങളെ പറ്റി മനസ്സിലാക്കേണ്ടത്? ലൗ തഖൂലൂന അലാ കുല്ലി ഹാലിൻ കമാ തഖൂലൂന ഇൻദി ലസ്വാഫഹതുകും മലായികതു അലാ ഫുറുഷികും വഫീ തുറുഖികും വലാകിൻ യാ ഹൻദല സഅതുൻ വസാഅ വലാകിൻ യാ ഹൻദല സഅതുൻ വസാഅ ലൗ തഖൂലൂന അലാ കുല്ലി ഹാലിൻ കമാ തഖൂലൂന ഇൻദി. എന്റെ മുമ്പിൽ ഇരിക്കുന്ന പോലെയുള്ള ആത്മീയമായ ആധ്യാത്മികമായ പ്രകാശപൂരിതമായ ഹൃദയവിശുദ്ധിയിലാണ് നിങ്ങൾ എപ്പോഴും നിലകൊള്ളുന്നത് എങ്കിൽ എന്റെ മുമ്പിൽ ഇരിക്കുന്ന പോലെ വീട്ടിലെത്തിയാൽ, കൃഷിയിടങ്ങളിലെത്തിയാൽ, കച്ചവടത്തിലെത്തിയാൽ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നല്ലേ ഹൻദല നിങ്ങൾ പറയുന്നത്? എന്നാൽ എന്റെ മുമ്പിൽ ഇരിക്കുന്ന പോലെ ജീവിതം മുഴുവനും നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ
ബെഡുകളിൽ, നിങ്ങളുടെ വിരിപ്പുകളിൽ അല്ലാഹുവിന്റെ മലക്കുകൾ വന്ന് നിങ്ങൾക്ക് കൈതന്ന് മുസാഫഹ ചെയ്യും. നിങ്ങൾ പോകുന്ന വഴികളിൽ അല്ലാഹുവിന്റെ മലക്കുകൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് നിങ്ങളുടെ കൈവരിച്ച് സലാം പറയും. പക്ഷേ അങ്ങനെ ഒരേ ലെവലിൽ എല്ലാ സമയത്തും നിലകൊള്ളാൻ ഹംദല കഴിയില്ലല്ലോ. ദുനിയാവിന്റെ വേണ്ടി കുറച്ച് സമയം കച്ചവടത്തിന് വേണ്ടി മാറ്റിവെക്കണം. ആഖിറത്തിന്റെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി മാറ്റിവെക്കണം. എപ്പോഴും ആഖിറത്തിന്റെ വിഷയത്തിൽ മാത്രം ചിന്തിച്ചിരിക്കാൻ കഴിയില്ലല്ലോ. ദുനിയാവിന്റെ വിഷയങ്ങളിൽ, കച്ചവടത്തിന്, കൃഷിയിടങ്ങളിൽ മക്കൾ, കുടുംബത്തിന് സമയം കൊടുക്കണമല്ലോ. അതുകൊണ്ട് ദുനിയാവിന് വേണ്ടി കുറച്ച് സമയം, ആഖിറത്തിന് വേണ്ടി മറ്റൊരു സമയം. അങ്ങനെ നിങ്ങളുടെ സമയത്തിൽ ഒരൽപ്പം നിങ്ങൾ ദുനിയാവിന് വേണ്ടി മാറ്റിവെക്കുന്നത് കൊണ്ട് വിരോധമില്ല. നിങ്ങൾ പേടിക്കേണ്ടതില്ല. തിന്മകളല്ലല്ലോ നിങ്ങൾ ചെയ്യുന്നത്, നന്മയല്ലേ ചെയ്യുന്നത്. പക്ഷേ ആ ഒരു മനോഗതി പോലെ, ആ ഒരു ചിന്ത പോലെ, ഹബീബിന്റെ മുമ്പിൽ ഇരിക്കുന്ന പോലെ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല എന്ന് പറയുന്നത് അത്ര വലിയ പരാതിയായി നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമല്ല. അങ്ങനെ നിങ്ങൾക്ക് സാധിക്കുമായിരുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ മലക്കുകൾ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങൾക്ക് സലാം പറയും, കൈപിടിച്ചിട്ട്. നിങ്ങളുടെ വഴികളിൽ മലക്കുകൾ വന്ന് കൈപിടിച്ച് സലാം പറയും. നിങ്ങൾ പോകുന്ന വഴികളിൽ മലക്കുകൾ വന്ന് സലാം പറയും. കാരണം അത് മലക്കുകളുടെ ജീവിതമാണ്. അത്രയ്ക്ക് നമ്മളെ കൊണ്ടാവില്ലല്ലോ, കുഴപ്പമില്ല. ഇവിടെ നമ്മുടെ വിഷയം ആ വിഷയത്തിൽ സ്വന്തത്തെ നിരൂപിച്ചു എന്നതാണ്. പഠിച്ചവനെ, ഞങ്ങൾ പഴയ പോലെ നിസ്കരിക്കുന്നുണ്ടോ? പഴയ പോലെ ഖുർആൻ ഓതാൻ പറ്റുന്നുണ്ടോ? പഴയ പോലെ ദിക്ർ ചൊല്ലാൻ പറ്റുന്നുണ്ടോ? പഴയ പോലെ വൈജ്ഞാനിക സദസ്സുകളിലെ ദിക്റിന്റെയും സ്വലാത്തിന്റെയും മദ്രസകളിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നുണ്ടോ? പഴയ പോലെ ഞാനിപ്പോ സ്വതക്ക ചെയ്യുന്നുണ്ടോ? പഴയ പോലെ ഞാനിപ്പോ ഇബാദത്ത് ചെയ്യുന്നുണ്ടോ? ഇതൊക്കെ നമ്മളെ പറ്റി വിചാരണ ചെയ്താൽ നാളത്തെ വിചാരണ എളുപ്പമാവും. അല്ലാഹു നാളത്തെ വിചാരണ എളുപ്പമാക്കി തരട്ടെ. സലഫ് സ്വാലിഹീങ്ങൾ വലിയ ആബിദീങ്ങൾപ്പെട്ട മഹാനാണ് മത്റഫ് ഇബ്നു അബ്ദുല്ലാഹി അശ്ശിഖി റഹ്മത്തുള്ളാഹി തആല അലൈഹി. സ്വഹാബിയാണ് വാപ്പ. മഹാനായ മത്റഫ് എന്നവർ താബിഈയാണ്, വലിയ ആബിദാണ്. മഹാനായ മത്റഫ് തങ്ങളെ അറഫയിൽ വന്നപ്പോ, അറഫ മൈതാനം, അല്ലാഹു നമുക്കൊക്കെ ഹജ്ജിന് തൗഫീഖ് ചെയ്യട്ടെ. من حج زيد آخر حج الله سيدك الليل الله قبول شيئا. اللهم ارزقنا حجا مبرورا وعمرة مقبولة وزيارة لنبيك صلى الله عليه وسلم مرارا. ഒരുപാട് തവണ ഹബീബിനെ സിയാറത്ത് ചെയ്യാനും ഒരുപാട് ഉംറയും ഹജ്ജും ചെയ്യാനും എന്ന ഭാഗ്യം അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനേ. മഹാനായ മത്റഫ് ഇബ്നു അബ്ദുല്ലാഹി തങ്ങൾ അറഫയിൽ വന്ന് നിൽക്കുമ്പോൾ അറഫ മൈതാനം ദുൽഹിജ്ജ 9 അറഫ ദിനം മുഴുവൻ ആളുകൾക്കും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. ആ സദസ്സിൽ നിന്നുകൊണ്ട് മത്റഫ് എന്നവർ പറഞ്ഞ വാക്ക് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി. അല്ലാഹുമ്മ ലാ തറുദ്ദ ഹാദൽ ജംഅ കുല്ലഹു മിൻ അജലി. പഠിച്ചവനെ, ഇത്രയായിരം ആളുകൾ ഹജ്ജ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഈ ഹജ്ജ് ചെയ്യാൻ വന്ന ആളുകൾ റബ്ബേ, ഞാൻ ഒരാൾ കാരണം, ഞാനൊരു പാപിയായ മനുഷ്യൻ ഇവിടെ വന്നത് കാരണം ഇവരാർക്കും പുറത്തു കൊടുക്കാത്തൊരവസ്ഥ വരരുത് റബ്ബേ. നീ ഞാൻ കാരണം ഇവരാരെയും ഖായിബാക്കി മടക്കരുതേ എന്ന് മഹാനായ മത്റഫ് ഇബ്നു അബ്ദുല്ലാഹി അശ്ശിഖി റഹ്മത്തുള്ളാഹി അലൈഹി സ്വന്തത്തെ നിരൂപിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ആരാണ് ഇവർ? വലിയ ആബിദീങ്ങളാണ്. അവരുടെ ഇബാദത്ത് മഹാനവറുകൾ എപ്പോഴും അവിടുത്തെ കൂഫയിലെ ജുബ്ബാനയിൽ പോകുന്ന ചരിത്രമുണ്ട്. കൂഫയിലെ വലിയൊരു ഖബർസ്ഥാനുണ്ട്. അവിടെ ചെന്ന് എപ്പോഴും അവർക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ട് ഫാത്തിഹ ഓതിയിട്ട് ഇറങ്ങുക. ആ ഒരു പ്രാർത്ഥന ഒരു ദിവസം തണുത്ത രാത്രി മഹാനവറുകൾ ഐശ്വര്യുന്ന പോലെ തോന്നിയപ്പോൾ പോകാൻ പറ്റിയില്ല. അന്ന് രാത്രി സ്വപ്നം കണ്ടു മഹാനായ മത്റഫ് റഹ്മത്തുള്ളാഹി അലൈഹി. നിമ ഹറംതന, എന്തേ ഞങ്ങൾക്ക് ലഭിക്കുമായിരുന്ന ആ ഒരു നന്മ നിങ്ങൾ എന്തേ ഞങ്ങൾക്ക് തരാതെ പോയത്? എന്തേ നിങ്ങൾ ഞങ്ങൾക്ക് സിയാറത്ത് ചെയ്യാതെ പോയത്? ഇന്ന് അവിടെ കിടക്കുന്ന അംവാസുകൾ, മരണപ്പെട്ടു പോയ ആളുകൾ മഹാനവറുകളോട് പരാതി പറയുന്നത് ഈ മഹാനെ കുറിച്ചാണ്. അത്രയും വലിയ ആബിദാണ് മത്റഫ് ഇബ്നു അബ്ദുല്ലാഹി അശ്ശിഖി റഹ്മത്തുള്ളാഹി അലൈഹി. അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, റബ്ബേ, ഈ അറഫ മൈതാനം പഠിച്ചവനെ ഇവരൊക്കെ ഇവിടെ വന്നിരിക്കുകയാണ്, ഞാൻ കാരണം നീ അവർക്ക് പുറത്തു കൊടുക്കാതിരിക്കരുത് എന്നോട് ചോദ്യം. ഞാൻ കാരണം ഇവരെ നീ നിരാശരാക്കി മടക്കരുതേ യാ അല്ലാഹ്. മഹാനായ ബക്ർ ഇബ്നു അബ്ദുല്ലാഹി അൽ-മുസ്നി റഹ്മത്തുള്ളാഹി അലൈഹി, അല്ലാഹുവേ, ലമ്മാ
അറഫയിൽ ഇങ്ങനെ നോക്കുമ്പോ പടച്ചവനെ ആയിരക്കണക്കിന് ആളുകൾ കണ്ണുകൾ നനഞ്ഞുകൊണ്ട് നാവുകളിൽ ദിക്റിന്റെ മന്ത്രവുമായി അറഫയിൽ നിൽക്കുകയാണ്. കഅബാലയത്തിന്റെ തൊട്ട് മുമ്പിൽ നിന്ന് സഫാ കുന്നിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം ജനങ്ങളെ അല്ലാഹുവിന്റെ ഭവനത്തിലേക്ക് ഹജ്ജ് ചെയ്യാൻ വരേണമേ എന്ന് ക്ഷണിച്ച ആ ക്ഷണത്തിന് ഉത്തരം കിട്ടിയവരാണ് ഹജ്ജ്മാർ. അല്ലാഹുവിന്റെ അതിഥികളാണ് അല്ലാഹുവിന്റെ അതിഥികളായി പോകുന്നവരെ. ആ അതിഥികളോട് എത്തുമ്പോ അവരെ നോക്കിയിട്ട് ഇങ്ങനെ പറയുകയാണ്, റബ്ബേ എന്റെ രക്ഷിതാവായ അല്ലാഹുവേ, ഞാൻ ഈ കൂട്ടത്തിൽ പെട്ടില്ലായിരുന്നുവെങ്കിൽ ഈ അറഫയിൽ നിൽക്കുന്ന മുഴുവൻ ആളുകൾക്കും ഒന്നിച്ച് നീ മഗ്ഫിറത്ത് കൊടുക്കുമായിരുന്നു അല്ലേ? ഞാൻ ഉള്ളത് കൊണ്ട് അവർക്ക് പുറത്തു കൊടുക്കാതിരിക്കുമോ? യൂനുസ് ഇബ്നു ഉബൈദ് റഹിമഹുല്ലാഹ് കച്ചവടക്കാരനാണ്, പക്ഷേ അതിസൂക്ഷ്മമായ കച്ചവടം ചെയ്ത മഹാൻ. യൂനുസ് ഇബ്നു ഉബൈദ് എന്ന് പറയുന്നു, വല്ലാഹി ലാ ഉദ്ദു മിഅത ഹസ്ലത്തിൻ മിൻ ഖിസാലിൽ ഖൈർ മാ അലമു ഫീ നഫ്സി വാഹിദതൻ മിൻഹാ. അല്ലാഹുവേ, സജ്ജനങ്ങളുടെ സ്വഭാവങ്ങളും സജ്ജനങ്ങളുടെ ഗുണങ്ങളും 100 ഞാൻ എൻ്റെ കയ്യിൽ ഇങ്ങനെ എണ്ണി പറയുമ്പോ, ഞാൻ എൻ്റെ കൈകൾ എണ്ണി നോക്കുമ്പോ അതിലൊന്നുപോലും എന്നില്ലല്ലോ പടച്ചവനെ. 100ഓളം മുഅ്മിനീങ്ങളുടെ ഗുണങ്ങൾ ഞാൻ ഇങ്ങനെ എണ്ണി നോക്കുമ്പോ അതിലൊന്നുപോലും എന്നിൽ കാണാനില്ലല്ലോ എന്ന് പരിതപിച്ച് സ്വന്തം ശിഷ്യന്മാരുടെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞ മഹാനാണ് യൂനുസ് ഇബ്നു ഉബൈദ് റഹിമഹുല്ലാഹ്. മഹാന്റെ ഒരുപാട് ചരിത്രം മഹാനായ അബൂ ഹാമിദ് അൽ ഗസാലി തങ്ങൾ ഇഹ്യയിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. മഹാനായ യൂനുസ് ഇബ്നു ഉബൈദ് തങ്ങൾ ഇബ്നു അബീ മുലൈക ഹദീസ് പണ്ഡിതനാണ്. മഹാനവർ പറയുമായിരുന്നു, അദ്റക്തു 30 മിൻ അസ്ഹാബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാരിൽ 30ഓളം സ്വഹാബിമാരെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. മാ ഫീഹിം വാഹിദുൻ ഇല്ലാ യഖാഫു നിഫാഖ അലാ നഫ്സിഹി. ഞാൻ കണ്ട ഇബ്നു അബീ മുലൈക താബിഈയാണ്. നെക്സ്റ്റ് സെക്കൻഡ് ജനറേഷൻ, ഫസ്റ്റ് ജനറേഷൻ നബിയുടെ സ്വഹാബിമാർ, ആ ഒരു നബിയുടെ സ്വഹാബിമാരുടെ ജനറേഷൻ, അതിൽപ്പെട്ട 30 ആളുകളെ എനിക്ക് അടുത്ത പരിചയമുള്ളവരാണ്. 30 സ്വഹാബിമാർ. 30 പേരിൽ ഓരോരുത്തരും ഞാൻ മുനാഫിഖാണോ, ഞാൻ കപടവിശ്വാസിയാണോ എന്ന് സ്വന്തത്തെ കുറിച്ച് എപ്പോഴും പേടിക്കുന്നവരായിരുന്നു. അവരിൽ ആരും അവരിൽ ആരും പറയാറില്ല, ഇന്ന ഈമാനഹു കഈമാനി ജിബ്രായീല വമീകാഈല വഇസ്റാഫീൽ. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഈമാനാണ് എനിക്കുള്ളത്, അല്ലെങ്കിൽ ഇസ്റാഫീൽ അലൈഹിസ്സലാമിന്റെ മീകാഈൽ അലൈഹിസ്സലാമിന്റെ ഈമാനാണ് എനിക്കുള്ളത് എന്ന് ഈ 30 സ്വഹാബിമാരിൽ ഒരാളും പറയുമായിരുന്നില്ല. അവരൊക്കെ പറയുമായിരുന്നത്, എന്റെ ഈമാനിൽ പെശകുണ്ടോ, എന്റെ ഈമാനിൽ കാപട്യം കലർന്നിട്ടുണ്ടോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറയുന്ന സ്വഹാബിമാരാണ്. 30 പേരും ഞാൻ പരിചയപ്പെട്ടവരെ. സ്വഹാബിമാര് പോലും ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടവരല്ലേ, അതുകൊണ്ട് ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കേണ്ടതില്ല എന്ന് പറയുന്നത്. ത്വരീഖത്തുകൾ ഒരുപാട് ഖൈറായ ത്വരീഖത്തുകളുണ്ട്. നല്ലത് കിട്ടിയാൽ ഭാഗ്യം. ഒരു ശൈഖിനെ ബൈഅത്ത് ചെയ്തു എന്നതുകൊണ്ട് മാത്രം പിന്നെ സ്വർഗത്തിന്റെ കാര്യം അവർ ഏറ്റെടുത്തു. അങ്ങനെ മനസ്സിൽ വിശ്വസിച്ച് നടക്കുന്ന ആളുകളാണ്. അത് ചെയ്യരുത് എന്നാണ് ഞാൻ പറയാം. മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു അസീസ് മഹാനവറുകൾ തന്നെ ത്വരീഖത്തിന്റെ വിഷയങ്ങൾ പരാമർശിച്ചിടത്ത് ശറഇന്റെ വിവക്ഷ എങ്ങനെയാണ് വിവരിച്ചിട്ടുണ്ട്. എന്താണ് ത്വരീഖത്ത്? ഒരിക്കലും നമ്മൾ ശൈഖിനെ ബൈഅത്ത് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇനി ഒന്നും നോക്കണ്ട, ഞാൻ രക്ഷപ്പെടും. അങ്ങനെയാണ് സ്വഹാബിമാർ. ഈ 30 പേര് ഇബ്നു അബീ മുലൈക തങ്ങൾ പറയാം, ഞാൻ കണ്ട 30 സ്വഹാബിമാർ പേടിച്ചിട്ടാണ് ഇരിച്ചത്, എന്റെ ഈമാൻ പോകുമോ. അവരാർക്ക് കൈ കൊടുത്തവരാ, ആരെ ബൈഅത്ത് ചെയ്തവരാ? അഷ്റഫുൽ ഖൽഖിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പേടിക്കണം നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുമോ, അതിൽ കാപട്യം വന്നു പോകുമോ എന്ന് നമ്മളെ തെറ്റിദ്ധരിക്കണം. തുഹ്മത്തുൻ നഫ്സ്, നമ്മളെ പറ്റി തെറ്റിദ്ധരിക്കണം. പടച്ചോനെ, ഞാൻ അല്ലാതല്ലോ, എനിക്ക് കുറവുകളുണ്ടല്ലോ റബ്ബേ, എനിക്ക് ന്യൂനതകളുണ്ട്, എനിക്ക് തിരുത്തേണ്ട ഒരുപാട് തെറ്റുകൾ എന്നിലുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടവരാണ് സ്വഹാബിമാരിൽ. 30 പേരെ ഞാൻ പരിചയപ്പെട്ടപ്പോ
30 ആളുകളും ലഖദ് അദ്റക്തു 30 മിൻ അസ്ഹാബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻഹും വാഹിദുൻ ഇല്ലാ വയഖാഫു അലാ നഫ്സിഹി നിഫാഖ്. ഞാൻ പരിചയപ്പെട്ട 30ഓളം സ്വഹാബിമാർ തനിക്ക് നിഫാഖുണ്ടോ കാപട്യമുണ്ടോ എന്ന് ഭയപ്പെടുന്നവരായിരുന്നു. അതിൽ ഒരാൾ പോലും എൻ്റെ ഈമാൻ ജിബ്രീൽ തങ്ങളുടെ, മികായിൽ തങ്ങളുടെ, ഇസ്രാഫീൽ അലൈഹിസ്സലാം അവരുടെ ഈമാൻ പോലെയാണ് എൻ്റെ ഈമാൻ എന്ന് ഒരാളും പറയാനില്ല. അതായത് ആത്മവിമർശനം ഒരു മുഅ്മിനിന്റെ സ്വഭാവമാണ്. ഇത് നമ്മൾ ചെയ്യാം. ഇന്ന് നമ്മൾ പഠിക്കുന്ന ഒരു പാഠം ഇതാണ്. ആത്മവിമർശനം നമ്മൾ ചെയ്യുക. മറ്റൊരാൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മളെ ഒരു ഗുണകാംക്ഷയോടുകൂടെ ഒരാൾ വിമർശിക്കുകയാണെങ്കിൽ ആ വിമർശനത്തെ സ്നേഹത്തോടുകൂടെ സ്വീകരിക്കുകയും ചെയ്യാം. മുഹമ്മദ് ഇബ്നു വാസിഅ റഹ്മത്തുള്ളാഹി അലൈഹി, മുഹമ്മദ് എന്നവരുടെ ചൈനയിലേക്ക് വരെ കടന്നു പോകുന്ന ധർമ്മസമരങ്ങളിൽ കൂടെ നിന്ന മഹാനാണ് താബിഈയായ മുഹമ്മദ് ഇബ്നു വാസിഅ റഹ്മത്തുള്ളാഹി തആല അലൈഹി. മഹാനവറുകളെ ജനങ്ങളിൽ നിന്ന് പ്രവേശിച്ചപ്പോൾ അവർ രോഗിയായി കിടക്കുകയാണ്. വമാ യുഗ്നി അന്നി മാ യഖൂലുഹു നാസ്, ജനങ്ങൾ പറയുന്നത് കൊണ്ട് എനിക്ക് എന്ത് ഉപകാരം കിട്ടാനാണ്? എന്റെ 2 കൈകളും എന്റെ 2 കൈകളിലേക്ക് എറിയുകയാണെങ്കിൽ ഈ ജനങ്ങൾ പറയുന്ന മദ്ഹ് കൊണ്ട് എന്ത് ഉപകാരം എനിക്ക് ലഭിക്കാനാണ്? ജനങ്ങളെ പൊക്കി പറയുന്നതോ തക്ബീർ നൽകുന്നതോ ഇതൊക്കെ നാളെ അല്ലാഹു എന്നെ നരകത്തിലേക്ക് വലിച്ചെറിയുകയാണെങ്കിൽ എന്ത് ഉപകാരം ചെയ്യുമെന്ന് ആരായി പറയുന്നത്? താബിഈങ്ങളുടെ സയ്യിദും മിൻ സാദാത്തി താബിഈൻ, താബിഈങ്ങളുടെ നേതാക്കന്മാരിൽപ്പെട്ട നേതാവാണ് മുഹമ്മദ് ഇബ്നു വാസിഉൽ അസ്ദി റഹ്മത്തുള്ളാഹി തആല അലൈഹി. ആ മഹാനെ കുറിച്ചാണ് ഖുതൈബ പറയാറുള്ളത്. യുദ്ധം നടക്കുമ്പോൾ രാത്രി ക്യാമ്പിലൂടെ നടക്കും ഖുതൈബത്ത് ഇബ്നു മുസ്ലിമുൽ ബാഹിരി തങ്ങളെ ചോദിക്കും, അയ്യ മുഹമ്മദ് ഇബ്നു വാസിഅ, മുഹമ്മദ് ഇബ്നു വാസിഅയുടെ മുഹമ്മദ് ഇബ്നു വാസിഅ തങ്ങളുടെ പാര പറയാറുണ്ട്. പോയി നോക്കുന്നു, എന്താ അവർ ചെയ്യുന്നത്? ഉറങ്ങാണോ അതോ ഇരുന്ന് നിസ്കരിക്കുകയാണോ ദുആയിരക്കാണോ എന്ന് നോക്കാനായി പോകുന്നത്. മുഹമ്മദ് ഇബ്നു വാസിഅ റഹിമഹുല്ലാഹ് അവിടെ ഇരുന്ന് ആകാശത്തേക്ക് കൈയുയർത്തി അല്ലാഹുവിനോട് ദുആയിരക്കുന്ന കാഴ്ച കാണുമ്പോൾ മഹാനായ ഖുതൈബ തങ്ങൾ തിരിച്ചു വന്നുകൊണ്ട് ക്യാമ്പിൽ വന്ന് പറയും, ഇനി എനിക്കല്പം ഉറങ്ങാൻ, ഇനി ഒരല്പം എനിക്ക് ഉറങ്ങാം, ഇനി ഞാനൊന്ന് വിശ്രമിക്കട്ടെ. വല്ലാഹി ലഇസ്ബഉ മുഹമ്മദ് ഇബ്നു വാസിഅ ഖൈറുൻ ഇൻദി മിൻ അൽഫി ശാബിൻ ത്വരീൻ വഅൽഫി സൈഫിൻ ഷഹീദ്. 1000 മൂർച്ചയുള്ള ആളുകളും 1000 ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരും എനിക്ക് സൈന്യത്തിന് സഹായമായി ലഭിക്കുന്നതിനേക്കാളും വലുത് മുഹമ്മദ് ഇബ്നു വാസിഇന്റെ റഹ്മത്തുള്ളാഹി തആല അലൈഹിയുടെ ആകാശത്തേക്ക് ഉയരുന്ന വിരലുകളാണ്. ആ പ്രാർത്ഥന മതി എനിക്ക്. ആ പ്രാർത്ഥന കൊണ്ട് ഞാൻ ചെയ്യും. ആ പ്രാർത്ഥന കൊണ്ട് നാളെ അല്ലാഹു വിജയം തരും. അങ്ങനെ പറഞ്ഞിരുന്ന മഹാനാണ് മുഹമ്മദ് ഇബ്നു വാസിഉൽ അസ്ദി. ആ മഹാനെ കുറച്ച് ആളുകൾ കൂടി പുകഴ്ത്തിയപ്പോ മഹാൻ പറഞ്ഞ വാക്കാണ് വമാ യുഗ്നി അന്നി മാ യഖൂലുഹു നാസ്. ജനങ്ങൾ എന്നെ പുകഴ്ത്തി പറയുന്നത് എനിക്ക് എന്ത് ഉപകാരപ്പെടാനാണ്? അല്ലാഹു ഇദാ ഉഖിദ ബിയദി വരിജലിയ വദുഹിബ ബി ഇലന്നാ, എന്റെ 2 കൈയും 2 കാലും പിടിച്ചു കെട്ടി എന്റെ നരകത്തിലേക്ക് അല്ലാഹു വലിച്ചെറിയുകയാണെങ്കിൽ ജനങ്ങളുടെ ഈ പ്രശംസ എനിക്ക് ഉപകാരപ്പെടുമോ? ഞാൻ നരകത്തിലേക്ക് പോകുമോ എന്ന് ഞാൻ എന്നെ പറ്റി പേടിക്കുന്നു എന്ന് പറഞ്ഞ മഹാൻ മുഹമ്മദ് ഇബ്നു വാസിഉൽ അസ്ദി റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ആത്മവിമർശനം എന്നത് ഒരു സത്യവിശ്വാസിയുടെ ആദ്യത്തെ ഗുണമാണ്. വലൈസല്ലദീ ബൈനി വബൈനക ആമിറു വബൈനി വബൈനൽ ആലമീന ഖറാബു ഇദാ സഹ മിൻകൽ മുദ്ദു ഇദാ സഹ മിൻകൽ മുദ്ദു ഫൽകുല്ലു ഹയ്യിൻ വകുല്ലു الذي فوق التراب تراب إذا صح منك وليس الذي بيني وبينك عامر. അല്ലാഹുവേ, ഞാനും നീയും തമ്മിലുള്ള ആ ഒരു ബന്ധം നന്നായാൽ മതിയായിരുന്നു. വബൈനൽ ലദി വബൈനി വബൈനൽ ആലമീന ഖറാബു. ഞാനും ജനങ്ങളും തമ്മിലുള്ള ബന്ധം മോശമായാൽ തന്നെയും അവർക്ക് എന്നെ ഇഷ്ടമായില്ലെങ്കിൽ തന്നെയും അല്ലാഹുവേ, നീ എന്നെ ഇഷ്ടപ്പെടേണ്ടേ. ഞാനും നീയും തമ്മിലുള്ള ബന്ധം ശരിയായി കിട്ടിയാൽ മതിയായിരുന്നു. വലൈസല്ലദീ ബൈനീ
إذا صح منك الود فالكل هين وفوق الذي وكل الذي فوق التراب تراب. മനോഹരമായ വരികൾ. അല്ലാഹുവേ, എനിക്കും നിനക്കും ഇടയിലുള്ള ബന്ധം സുദൃഢമാവുകയാണെങ്കിൽ, ഞാനും ജനങ്ങളും തമ്മിലുള്ള ബന്ധം ദുർബലമാണെങ്കിലും ഞാനും നീയും തമ്മിലുള്ള ബന്ധം സുദൃഢമാണെങ്കിൽ എത്ര നന്നായിരുന്നു. നിന്റെ സ്നേഹം സത്യസന്ധമാണ് എന്നെനിക്ക് ബോധ്യപ്പെട്ടാൽ, ഭൂമിക്ക് മുകളിലുള്ള മുഴുവനും ഞാൻ മണ്ണിന്റെ വിലയെ കൊടുക്കുന്നുള്ളൂ എന്നാണ് ഇതിനർത്ഥം. ഭൂമിക്ക് മുകളിലുള്ളതിന് ഞാൻ മണ്ണിന്റെ വിലയെ കൊടുക്കുന്നുള്ളൂ. എനിക്ക് കൊട്ടാരവും വേണ്ട, പണവും വേണ്ട, പത്രാസും വേണ്ട. റബ്ബേ, നിന്റെ സ്നേഹം എനിക്ക് ആ തെളിമയാക്ക് ലഭിക്കുകയാണെങ്കിൽ അത് മതി. ഞാനും ജനങ്ങളും തമ്മിലുള്ള ബന്ധം എന്തോ ആയിക്കോട്ടെ. ഇദാ സ്വഹ മിൻകൽ വദ്ദു ഫൽകുല്ലു ഹൈനു. തലക്ക് പ്രേമം തലക്ക് കയറിയപ്പോ പാടിയൊരു കവിതയായിരിക്കാമെന്ന്, പക്ഷേ അതിനൊരു ആത്മീയ വശമുണ്ട് എന്ന് മഹാന്മാർ ഉദ്ധരിക്കാറുണ്ട്. വരികളെ إذا صح منك الود فالكل هين وكل الذي فوق التراب تراب. നാളെ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് എത്തണം എന്നൊരു മോഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ലോകത്തിന്റെ കഷ്ടപ്പാടുകളും വേദനയും മുറിവുകളും, ഈ ലോകത്തിന്റെ എല്ലാ പ്രതിസന്ധികളും ഒരു കണ്ണുചിമ്മലോടുകൂടെ ഒരു അന്ത്യശ്വാസത്തിലൂടെ അവസാനിക്കുമ്പോൾ, അല്ലാഹുവേ, ആയുസ് അവസാനിക്കാത്ത, വാർദ്ധക്യം വരാത്ത, സൗന്ദര്യം തീർന്നു പോകാത്ത ഒരു ലോകത്തേക്കല്ലയോ നീ ഞങ്ങളെ വിളിക്കുന്നത്? വല്ലാഹു യദഉ ഇലാ ദാരിസ്സലാം. അല്ലാഹു നമ്മളെ വിളിക്കുന്നത് സമാധാനത്തിന്റെ വീട്ടിലേക്കാണ്. ഇവിടെ ആ സമാധാനം കിട്ടൂല. വീട്ടിൽ മോളെ കല്യാണം നടക്കുകയാണ്, ഭയങ്കര സമാധാനവും സന്തോഷമൊക്കെ തോന്നും. 2 ദിവസം കഴിഞ്ഞാൽ പന്തലേക്ക് പൈസ കൊടുക്കണം, ഭക്ഷണക്കാർക്ക് പൈസ കൊടുക്കണം, അവരെ പിരിച്ചുവിടണം, ഇവരെ പിരിച്ചുവിടണം. പിന്നെ കുറെ കല്യാണത്തിന് വിളിക്കാൻ മറന്നുപോയവരുടെ പരാതി എന്നെ ലിസ്റ്റിൽ നാളെ മറക്കുന്ന ഉറപ്പാണ്. അപ്പൊ അവരുടെ വക ചില കമന്റുകൾ വരും. അപ്പോൾ ഭയങ്കര ആ സന്തോഷമൊക്കെ തീർന്നു. വീട്ടിലായിരുന്നിട്ട് കല്യാണം നടത്തണ്ടായിരുന്നു എന്ന് ഭാര്യയോട് പറയും. പിന്നെ എൻ്റെ സന്തോഷത്തിന്റെ നിമിഷങ്ങൾ കുറച്ചേ ഉള്ളൂ എന്ന് ഞാൻ, ബാക്കി അധികവും സങ്കടമാണ്, അല്ലേ? അതുകൊണ്ട് അല്ലാഹു നമ്മളെ വിളിക്കുന്നത് വല്ലാഹു യദഉ ഇലാ ദാരിസ്സലാം. ഇവിടുത്തെ ഒരു തിന്മ കൊണ്ട് നാളെ പരലോകത്തിന്റെ നിഅമത്ത് നഷ്ടപ്പെടാതിരിക്കട്ടെ. ഇവിടുത്തെ ഒരു ആനന്ദം കൊണ്ട് നാളെ പരലോകത്തിന്റെ ഇച്ഛകൾ ഒരിക്കലും അവസാനിക്കാത്ത ആനന്ദം നഷ്ടപ്പെടാതിരിക്കട്ടെ. വല്ലാഹു യദഉ ഇലാ ദാരിസ്സലാം. അതുകൊണ്ടാണ് നമ്മൾ നമ്മളെ ആത്മവിമർശനം ചെയ്തുകൊണ്ട് നമ്മളെ ശരിയാക്കി എടുക്കുന്നത്. അല്ലാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മളൊരു വസ്ത്രം അണിയുമ്പോൾ, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ, ഇത് രസമുണ്ടോ, ഇത് ഭംഗിയുണ്ടോ, ഇതിലേക്ക് ചേർന്നിട്ടുണ്ടോ, ഇതിന്റെ സ്റ്റിച്ചിങ് നന്നായിട്ടുണ്ടോ എന്ന് തൊട്ടടുത്ത കൂട്ടുകാരിയോട് ചോദിക്കുന്ന പോലെ എന്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും മോശത്തരങ്ങളുണ്ടോ, എന്റെ ഇബാദത്തിൽ എന്തെങ്കിലും കുറവുകളുണ്ടോ, ഞാനും അല്ലാഹുവും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്, എന്റെ സുബ്ഹി നിസ്കാരം കൃത്യമായി നടക്കുന്നുണ്ടോ, എന്റെ തഹജ്ജുദ് എങ്ങനെയാണ് നടക്കുന്നത്, എന്റെ നാവിൽ ദിക്ർ വരുന്നുണ്ടോ, എന്റെ മനസ്സിൽ ദുഷിച്ച ചിന്തകൾ വന്ന് കയറുന്നുണ്ടോ, എന്റെ ആത്മാവ് പരിശുദ്ധമാണോ, ശുദ്ധിയുള്ളതാണോ, എന്റെ സ്വഭാവം നന്നായിട്ടുണ്ടോ, എന്റെ വാക്കുകളിൽ തെറ്റുകൾ സംഭവിക്കുന്നുണ്ടോ എന്ന് നമ്മളെ കുറിച്ച് വിചാരണ ചെയ്യുക. അതിനാണ് മുഹാസബത്തുൻ നഫ്സ് എന്ന് പറയുന്നത്. ഹാസിബൂ അൻഫുസകും ഖബ്ല അൻ തുഹാസബൂ. നിരാശപ്പെടാനല്ല. ഞങ്ങൾ പറയുമായിരുന്നു, കുല്ലു ബിനി ആദമ ഖത്താ. ആദം നബിയുടെ മക്കൾ ഓരോരുത്തരും അമ്പിയാക്കന്മാരൊഴികെ എല്ലാവരും തെറ്റ് ചെയ്യുന്നവരാണ്. വഖൈറുൽ ഖത്താഈൻ. തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവരാണെന്നറിയോ? തെറ്റ് ചെയ്യുന്നതിന് നല്ലവരോ? തെറ്റ് ചെയ്യുന്നതിൽ ഏറ്റവും നല്ലവരാരാ? അത്തൗവാബൂൻ. തൗബ ചെയ്ത് മടങ്ങുന്നവർ, പശ്ചാത്തപിച്ച് മടങ്ങുന്നവരാണ്. തിന്മ ചെയ്യുന്നതിൽ ഏറ്റവും നല്ലവര് ഉറക്കത് ചെയ്യുന്നവരാണ്.
നമ്മളൊക്കെ തെറ്റുകൾ സംഭവിക്കുന്നുണ്ട്. കുല്ലു ബിനി ആദമ ഖത്താ. ആദം നബിയുടെ മക്കളെല്ലാം തെറ്റുകൾ സംഭവിക്കുന്നവരാണ്. വഖൈറുൽ ഖത്താഈന തവ്വാബൂൻ. തിന്മകൾ ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും നല്ലവർ തൗബ ചെയ്ത് മടങ്ങുന്നവരാണ്. യൗമ തശ്ഹദു അലൈഹിം അൽസിനതുഹും വഅയ്ദീഹിം വഅർജുലുഹും ബിമാ കാനൂ യഅമലൂൻ. ഒരു ദിവസം നമ്മളെ കാത്തിരിക്കുകയാണ്. യൗമ തശ്ഹദു അലൈഹിം അൽസിനതുഹും. അവരവരുടെ നാവുകൾ തന്നെ അവർക്കെതിരായി സാക്ഷി പറയും. വഅയ്ദീഹിം വഅർജുലുഹും. അവരുടെ കൈകളും അവരുടെ കാലുകളും ബിമാ കാനൂ യഅമലൂൻ. ചെയ്തുകൊണ്ടിരുന്ന തിന്മകളെ കുറിച്ച് നാട്ടുകാരല്ല പറയുന്നത്, കൂട്ടുകാരല്ല പറയുന്നത്, സ്വന്തം ശരീരം തനിക്കെതിരെ അല്ലാഹുവിന്റെ മുമ്പിൽ സാക്ഷി പറയുമെന്ന് സൂറത്തുൽ ഫസ്സിലത്ത് 22-ാമത്തെ ആയത്ത്. വയഖൂലുൽ അശ്ഹാദ് ഹൗലാഇ الذين كذبوا على ربهم ألا لعنة الله على الظالمين. മാലാഖമാർ സാക്ഷികളായി വിസ്തരിക്കപ്പെടുമ്പോൾ അവർ പറയും, അല്ലാഹുവേ ഈ കൂട്ടരാണ് الذين كذبوا على ربهم. അല്ലാഹുവിനെ കുറിച്ച് നുണ പറഞ്ഞവർ, പടച്ചവനില്ല എന്ന് പറഞ്ഞവരാണ് റബ്ബേ ഇവർ. നാസ്തികവാദം പറഞ്ഞവരായിരുന്നു റബ്ബേ ഇവർ. നിന്റെ അസ്തിത്വം നിഷേധിച്ചവരാണ് ഇവർ. നിന്റെ അസ്തിത്വം നിഷേധിച്ചുകൊണ്ട് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി, പേജുകൾ ഉണ്ടാക്കി, ആളെ കൂട്ടി നിന്നെ കളിയാക്കി ചിരിച്ച് ആർത്തം പ്രകടിച്ചവരായിരുന്നു റബ്ബേ ഇത്. അലാ ലഅനതുല്ലാഹി അലൽ ളാലിമീൻ. പടച്ചവനെ ഞങ്ങൾ അവരെ ശപിക്കട്ടെയോ? നിന്നെ കുറിച്ച് മോശം പറഞ്ഞ ആളുകളെ ഞങ്ങൾ ശപിക്കുകയാണ് റബ്ബേ എന്ന് വയഖൂലുൽ അശ്ഹാദ്. നാളെ മാലാഖമാർ പറയുമെന്ന് വിശുദ്ധമായ ഖുർആൻ സൂറത്ത് ഹൂദിൽ അല്ലാഹു പറയുകയാണ്. നാളെ തിന്മകൾ വിസ്തരിക്കപ്പെടുന്ന ദിവസമാണ്. വല്ലാഹി റബ്ബിനാ മാ കുന്നാ മുശ്രികീൻ. യൗമ യബ്അഥുഹുമുല്ലാഹു ജമീഅ യൗമ യബ്അഥുഹുമുല്ലാഹു ജമീഅ ഫയഹ്ലിഫൂന ലഹു കമാ യഹ്ലിഫൂന ലക്കും വയഹ്സബൂന അന്നഹും അലാ ശൈഇൻ. അല്ലാഹു നാളെ വിസ്തരിച്ചുകൊണ്ട് കുറ്റവാളികളെ, തിന്മ ചെയ്തവരെയും നന്മ ചെയ്തവരെയും അല്ലാഹു വേർതിരിക്കുകയാണ്. അവിടെ വെച്ചവർ സത്യം ചെയ്ത് പറയും, ദുനിയാവിൽ സത്യം ചെയ്ത് പറഞ്ഞ പോലെ ഞങ്ങൾ ചെയ്തത് ന്യായമാണ് എന്നവർ പറയുമ്പോൾ അല്ലാഹുവിന്റെ മലക്കുകൾ അതിൽ ഇടപെട്ടുകൊണ്ട് അവരെ നരകത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന കാഴ്ച. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, ആ ഒരു ദിവസത്തേക്ക് വേണ്ടി ഒരുങ്ങാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനേ. മുഅ്മിനീങ്ങളെ അല്ലാഹു വിചാരണ ചെയ്യുന്ന രീതിയെ കുറിച്ചാണ് നജ്വ എന്ന് പറയാം. നജ്വ എന്നതാണ് മുഅ്മിനീങ്ങളുടെ വിചാരണ. നജ്വയാണ് യുഖർറിറുല്ലാഹു അബ്ദഹുൽ മുഅ്മിൻ ബിദുനൂബിഹി ഫയുദ്നി. മുഅ്മിനീങ്ങളായ ആളുകളെ മനസ്സിനുള്ളിൽ അല്ലാഹുവിനെ വിശ്വസിക്കുകയും പുണ്യനിബിധങ്ങൾ അല്ലാഹുവിന്റെ തിരുദൂതരാണ് എന്ന മനസ്സുകൊണ്ട് വിശ്വസിക്കുകയും ചെയ്ത ആളുകളെ അവർ ചെയ്തു പോയ തെറ്റുകൾ അല്ലാഹുവിനറിയാം. അരികത്തേക്ക് വിളിച്ചുകൊണ്ട് അല്ലാഹു തിന്മകളുടെ റെക്കോർഡുകൾ കാണിച്ചു കൊടുത്ത് ചോദിക്കും, ഇത് നീ ചെയ്തതല്ലയോ? അമിൽത കദാ വകദാ ഫീ യൗമി കദാ വകദാ. ഇന്നാലിന്ന ദിവസം ഇന്നാലിന്ന കാര്യങ്ങൾ നീ ചെയ്തിട്ടില്ലായിരുന്നോ? പറയും, നഅം റബ്ബേ, നഅം, അതെ അതെ അതെ. നിനക്ക് എന്തെങ്കിലും നിഷേധിക്കാനുണ്ടോ? ഇല്ല റബ്ബേ, നിഷേധിക്കാനില്ല, ഞാൻ ചെയ്തത് തന്നെ. എന്റെ മലക്കുകൾ നിന്നോട് അനീതി ചെയ്തിട്ടുണ്ടോ? നീ ചെയ്യാത്തത് എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ല റബ്ബേ. നീ ചെയ്ത നന്മകൾ എന്റെ മലക്കുകൾ എഴുതാതെ പോയിട്ടുണ്ടോ? ഇല്ല റബ്ബേ. നീ ചെയ്യാത്തത് നിന്റെ മേൽ എന്റെ മലക്കുകൾ ആരോപിക്കുന്നുണ്ടോ? ഇല്ല റബ്ബേ. നിനക്ക് എന്തെങ്കിലും ന്യായമോ ഒരു എക്സ്ക്യൂസോ എന്നോട് പറയാനുണ്ടോ? ഇല്ല റബ്ബേ, എനിക്ക് പറയാനില്ല എന്ന് പറയുമ്പോൾ ഫയഖൂലുല്ലാഹു അസ്സ വജൽ, യാ അബ്ദീ, എന്റെ ദാസനെ, അന സതർഫുഹാ അലൈക ഫിദ്ദുനിയ, ദുനിയാവിൽ ആരും അറിയാതെ, ആരോടും പറയാതെ ഞാൻ നിനക്കത് മറച്ചു വെച്ചു. വഅന അഗ്ഫിറുഹാ ലകൽ യൗം,
ഇന്ന് ഞാൻ നിനക്ക് നിരുപാധികം മാപ്പ് നൽകുകയാണ് എന്ന് പറഞ്ഞു എന്റെ വലത് കൈയിൽ അമലിന്റെ കിതാബ് നൽകപ്പെടുകയാണ്. അങ്ങനെയാണ് മുഅ്മിനീങ്ങളെ സ്വർഗത്തിലേക്ക് പറഞ്ഞേക്കുന്നത്. ദുനിയാവിൽ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഒരാൾക്ക് ഒരു സമയം സംസാരിക്കാൻ പറ്റും. ഇന്റർവ്യൂ നടക്കുമ്പോൾ വഞ്ചോട് സംസാരിക്കുമ്പോൾ. എന്നാൽ സൃഷ്ടികൾ അല്ലാഹുവിനങ്ങനെയല്ല. കോടാനുകോടി ആളുകളോട് ഒരേ സമയം അല്ലാഹുവിനെ വിചാരണ ചെയ്യാൻ കഴിയും. ആ വിചാരണയിൽ സത്യവിശ്വാസികളെ അരികത്തേക്ക് വിളിച്ച് നീ ചെയ്തതല്ലേ, അതേ റബ്ബേ, നിഷേധിക്കുന്നുണ്ടോ? ഇല്ല റബ്ബേ, എന്നാൽ നിനക്ക് ഞാൻ മാപ്പ് തന്നിരിക്കുന്നു എന്ന് അല്ലാഹു പറയുന്ന ഒരു വിചാരണയുണ്ട്. ആ വിചാരണയുടെ പേരാണ് നജ്വ എന്ന് പറയുന്നത്. ആ ഹദീസിനെ കുറിച്ച് തന്നെ ഹദീസുൻ നജ്വ എന്ന് പറയാം. ഈ തരത്തിലുള്ള വിചാരണ റബ്ബേ നാളെ ഞങ്ങളോട് വിചാരണ ചെയ്യും റബ്ബേ, ഈ വിചാരണ ഞങ്ങൾക്ക് നൽകണമേ തമ്പുരാനേ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, തിന്മകൾ തെറ്റുകൾ നമ്മിൽ സംഭവിക്കുന്നത് സ്വാഭാവികമാണ്. അത് നമുക്ക് കാണാൻ കഴിയാതെ പോകുന്നതും സ്വാഭാവികമാണ്. മനുഷ്യൻ ഉറങ്ങുന്നു. ഉറക്കെന്ന് പറഞ്ഞാൽ അയ്ബാണോ? ഇല്ലല്ലോ. ഉറങ്ങാതിരുന്നാൽ അതിന് ചികിത്സിക്കുക ചെയ്യാം. ഭക്ഷണത്തിന് ദാഹവും വിഷമവും തോന്നുന്നു, അത് തോന്നാതിരുന്നാൽ അതൊരു അസുഖമാണ്, അല്ലേ? എന്ന പോലെ നമ്മുടെ ജീവിതത്തിന്റെ, നമ്മുടെ ശരീരത്തിന്റെ പ്രകൃതമാണ് തിന്മ ചെയ്യുന്നത്. ഉറക്കം ശരീരത്തിന്റെ ഭാഗമാണ്. ഉറക്കം വരാതിരിക്കുന്ന എത്രയോ ആളുകൾ അല്ലാഹു അവർക്ക് ഉറക്കിന്റെ നിഅ്മത്ത് അല്ലാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അത് വലിയൊരു നിഅ്മത്താണ്. പഠനത്തിലെ രാഷ്ട്രീയത വലിയൊരു അത്ഭുതമാണ്. ഉറക്കം വലിയൊരു നിഅ്മത്താണ്. ദിവസങ്ങളോട് ഉറങ്ങാതിരിക്കുക, ദിവസങ്ങളോട് ഉറക്കം വരാതിരിക്കുക. ചില ആളുകൾക്ക് ഒരു കുഴപ്പമുണ്ടാകില്ല. എന്നാലും മനുഷ്യ ശരീരത്തിന് അതിന്റെ പ്രകൃതത്തിനെതിരാണത്. അതൊരു അസുഖമാണെങ്കിൽ അല്ലാഹു ശിഫയാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വിശപ്പില്ലാതിരിക്കുക, അത് അസുഖമാണ്. കരച്ചിൽ മനുഷ്യന്റെ ഒരു പ്രകൃതമാണ്. ഒരാൾ ഒരു നിലക്കും കരച്ചിൽ വരില്ല, അതൊരു അസുഖമാണ്. കരയണം, കരയേണ്ടത് കരയണം. അല്ലാഹുവിനെ പേടിച്ച് കരയുക, അതൊരു പൂർണ്ണതയാണ്, അതൊരു കമാലാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മോൻ ഹബീബിന്റെ മടിയിൽ വെച്ച് മരിച്ചപ്പോൾ നബി തങ്ങൾ ശബ്ദമുയർത്താതെ കണ്ണിന്റെ കണ്ണുനീര് പൊഴിച്ചിട്ടുണ്ട് എന്ന് ഹദീസിൽ കാണാൻ കഴിയും. നബി തങ്ങൾ കരഞ്ഞു. അപ്പൊ സഹാബികൾ ചോദിച്ചു, നബിയേ, അങ്ങ് കരയുകയോ? ഇവിടെന്ന് പറഞ്ഞു, ഇത് കരുണയാണ്, റഹ്മത്താണ്. അല്ലാഹു ഇഷ്ടപ്പെട്ട ആളുകളുടെ ഹൃദയത്തിൽ അല്ലാഹു ഇട്ടുകൊടുക്കുന്ന കരുണയാണ് ഈ കണ്ണുനീർ എന്ന് പറയുന്നത്. ഇന്നമാ യർഹമുല്ലാഹു മിൻ ഇബാദിഹിർ റഹമാ. അല്ലാഹു കരുണ ചെയ്യുന്നത് അല്ലാഹുവിന്റെ അടിമകളിൽ കരുണ ചെയ്യുന്നവരോട് മാത്രമാണ്. കരുണ ചെയ്യുന്നവരോടാണ് അല്ലാഹു കരുണ ചെയ്യുന്നത്. അതുകൊണ്ട് ഹബീബിന്റെ കരച്ചിൽ പോലും ഒരു ന്യൂനതയില്ല. കണ്ണുകൾ കരഞ്ഞു, ശബ്ദമില്ലാതെ കണ്ണുകൾ ചെമന്ന് കണ്ണുനീരുകൾ ചാരിട്ടൊഴുകിയിട്ടുണ്ട്. അങ്ങനെ മനസ്സുകൾ വേദനിക്കുന്നത് അതൊരു ന്യൂനതയല്ലാത്ത പോലെ മനുഷ്യ പ്രകൃതമാണ്. തിന്മകൾ, തെറ്റുകളെങ്കിൽ ആ തെറ്റുകൾ തിരുത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ആ തെറ്റുകൾ നമ്മോട് ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ അതിൽ യാതൊരു വിഷമവും വിചാരിക്കേണ്ടതില്ല. സയ്യിദുനാ ആദം അലൈഹിസ്സലാം, നമ്മുടെ ഉമ്മയായ ഹവ്വ റളിയല്ലാഹു അൻഹ, ഇംഗ്ലീഷുകാരൻ ആദം ആൻഡ് ഈവ് എന്ന് വിളിക്കുന്ന ആദം വഹവ്വ, ആദം അലൈഹിസ്സലാം നമ്മുടെ ഉമ്മയായ ഹവ്വ ബീവി ഖാല, രണ്ടുപേരും അല്ലാഹുവിനോട് പറഞ്ഞ വാക്ക് റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. തെറ്റുകൾ സംഭവിച്ചു പോയ റബ്ബേ, തിന്മകൾ സംഭവിച്ചു പോയ റബ്ബേ, തെറ്റുകൾ സംഭവിച്ചു എന്ന് സമ്മതിക്കുന്നത് പോലും അല്ലാഹുവിന് ഇഷ്ടമാണ്. ഖാല, അവർ രണ്ടുപേരും പറഞ്ഞു, ആദം നബിയും ഹവ്വ ബീവിയും, റബ്ബനാ ളലംനാ അൻഫുസനാ, അല്ലാഹുവേ, ഞങ്ങളോട് തന്നെ തെറ്റ് ചെയ്തു പോയി റബ്ബേ, വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ, നീ ഞങ്ങളോട് കരുണ കാണിക്കുകയും ഞങ്ങൾക്ക് മാപ്പ് തരികയും ചെയ്തില്ല എങ്കിൽ
ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ പരാജയപ്പെട്ടവരിൽ പെട്ടുപോകും റബ്ബേ. ഇത് മുഅ്മിനിന്റെ സ്വഭാവമാണ്. പിശാച് തെറ്റ് ചെയ്തു. അതിന് നബി ഇസ്ലാമിന്റെ മുമ്പിൽ സാഷ്ടാംഗം നമിക്കാൻ പറഞ്ഞപ്പോ അവനത് ചെയ്യില്ല എന്ന് പറഞ്ഞു. അവൻ എന്താ പറഞ്ഞത്? അന ഖൈറും മിൻ ഖലഖതനി മിൻ നാർ വഖലഖതഹു മിൻ തീൻ. ഞാനാണ് ആദമിനെക്കാളും അലൈഹിസ്സലാം മേലെയുള്ളത് ഞാനാണ്. നീ എന്നെ പടച്ചത് തീ കൊണ്ടല്ലേ, ആദമിനെ പടച്ചത് അലൈഹിസ്സലാമിനെ മണ്ണ് കൊണ്ടല്ലേ പടച്ചത് എന്ന് അവൻ പറഞ്ഞു. അഹങ്കാരമുണ്ടായി. അല്ലാഹു മറുപടി കൊടുത്തു, ഫഖ്റുജ് മിൻഹാ ഫഇന്നക റജീം. അഭിശപ്തനായി ഇവിടെ നിന്ന് പുറത്തേക്ക് പോ. വഅന്ന അലൈക ലഅനതി ഇലാ യൗമിദ്ദീൻ. ലോകാന്ത്യം വരെ നിനക്കെന്റെ ശാപമുണ്ടാകുമെന്ന് അല്ലാഹു പിശാചിനോട് പറയാൻ കാരണമെന്തേ? തിന്മ ചെയ്തപ്പോൾ ഞാനത് ചെയ്തു പോയ റബ്ബേ എന്ന പശ്ചാത്താപത്തിന്റെ ഒരു വാക്കവൻ പറഞ്ഞില്ല എന്നതാണ്. ഇപ്പോഴും അവന് പറയാം, പറഞ്ഞിട്ടില്ല. അവൻ പറഞ്ഞത് റബ്ബി ബിമാ അവൈതനി, പടച്ചവനെ നീയാണ് എന്നെ പഴിപ്പിച്ചത്, അതുകൊണ്ട് ആദമിന്റെ മക്കളെ മുഴുവൻ ഞാൻ പഴിപ്പിക്കും. അല്ലാഹുവിനോട് വെല്ലുവിളിച്ചവനാണവൻ. മുഅ്മിനീങ്ങൾ പറയുന്നത് റബ്ബി ഇന്നി വലന്തു നഫ്സി ഫഗ്ഫിർലി, പടച്ചവനെ ഞാൻ എന്നോട് തെറ്റ് ചെയ്തു പോയി റബ്ബേ നീ എനിക്ക് മാപ്പ് നൽകണമേ. ഇതാണ് നമ്മൾ പറയേണ്ടത്. അല്ലാഹുമ്മ ഇന്നി, ഹബീബിന്റെ ദുആയുണ്ട്, അത്തഹിയാത്തിന്റെ അവസാനത്തിലൊക്കെ ദുആയിക്കാൻ പറ്റുന്ന ദുആയാണ്. അല്ലാഹുമ്മ ഇന്നി വലന്തു നഫ്സി വൽമൻ കതീറൻ കബീറാ വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത ഫഗ്ഫിർലി മഗ്ഫിറതൻ മിൻ ഇൻദിക വർഹംനി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. അല്ലാഹുമ്മ, പടച്ചവനെ ഇന്നി വലന്തു നഫ്സി വൽമൻ കതീറാ, ഞാൻ എന്നോട് ഒരുപാട് തെറ്റ് ചെയ്തു പോയി റബ്ബേ, ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയി റബ്ബേ. സ്കൂളിൽ പഠിക്കുമ്പോ, കോളേജിൽ പഠിക്കുമ്പോ, ടൂർ പോകുമ്പോ, ആഘോഷങ്ങൾ ഉണ്ടാകുമ്പോ, തിന്മകളുടെ അവസരങ്ങൾ വന്നു ചേർന്നപ്പോ അല്ലാഹുവിന്റെ പടച്ചവന്റെ ദീനും ശർഈന്റെ നിയമങ്ങളും പഠിക്കാതിരുന്നപ്പോ തിന്മകൾ സംഭവിച്ചു പോയിട്ടുണ്ട് റബ്ബേ. ഫഗ്ഫിർലി, മാപ്പ് നൽകണേ. വഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, പാപങ്ങൾ പുറത്തു തരാൻ അല്ലാഹുവേ നിനക്ക് മാത്രമല്ലേ കഴിയൂ. ഫഗ്ഫിർലി മഗ്ഫിറതൻ മിൻ ഇൻദിക, നീ എനിക്ക് മാപ്പ് നൽകണമേ. വർഹംനി, മാപ്പ് നൽകിയാൽ മാത്രം പോരാ, നിന്റെ റഹ്മത്ത് കൊണ്ട്, നിന്റെ കരുണ കൊണ്ട് എന്നെ പുതിയണമേ. ഇന്നക അൻതൽ ഗഫൂറുർ റഹീം, പടച്ചവനെ നീയാണല്ലോ മാപ്പ് ചെയ്യുന്നവൻ, നീയാണല്ലോ കരുണ ചെയ്യുന്നവൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ ദുആക്കാൻ പറഞ്ഞ ദുആയാണിത്. ചൊല്ലി നോക്കൂ. അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കതീറാ വഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത ഫഗ്ഫിർലി മഗ്ഫിറതൻ മിൻ ഇൻദിക വർഹംനി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം ഖദർ നബിയോട് കൂടെ യാത്ര പോയ ചരിത്രം സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു വിവരിക്കുന്നു. ലദുന്നിയായ അറിവ് പുസ്തകങ്ങളിലോ ഇൻഫോർമേഷന്റെ സോഴ്സുകളിൽ നിന്നോ കിട്ടേണ്ടതിന് പകരം അല്ലാഹു നേരിട്ട് ഹൃദയവിശുദ്ധിയുള്ള ആളുകളുടെ കൽബിലേക്ക് എറിഞ്ഞു കൊടുക്കുന്ന ഒരു തരം ഇൽമുണ്ട് എന്ന് മൂസ നബിയെ പഠിപ്പിക്കാൻ അല്ലാഹു മൂസ നബിയോട് ചെയ്യാൻ പറഞ്ഞ യാത്ര ഖദർ നബി അലൈഹിസ്സലാമിന്റെ കൂടെ ഇന്നത്തെ ഷർം ഷെയ്ഖിന്റെ ഭാഗത്ത്, മജ്മഉൽ ബഹ്റൈനിന്റെ ഭാഗത്ത്, ഈജിപ്തിന്റെ ഭാഗമായ ആ ഒരു മൂസാ നബി അലൈഹിസ്സലാമിനോട് ഖദർ നബിയെ അന്വേഷിക്കാൻ പറഞ്ഞ് കൂടെ കൊണ്ടുപോയ യാത്രയുടെ വിശദീകരണം ആ ചരിത്രത്തിൽ നമുക്ക് അറിയുന്നതാണ്. മൂസാ നബി അലൈഹിസ്സലാമിനോട് ഖദർ നബി പറഞ്ഞത് എന്നോടൊന്നും ചോദിക്കരുത്, അതിന്റെ വിവരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഞാൻ ചെയ്യുന്നതിന് നിങ്ങൾ ആ സമയത്ത് എന്നോട് നിങ്ങൾ ചോദിക്കരുത്, പിന്നീട് ഞാൻ പറഞ്ഞു തരും. അങ്ങനെ ഒരു വിവരം കൊടുത്തിട്ടും ക്ഷമ പാലിക്കാൻ കഴിയാതെ ഖദർ നബി അലൈഹിസ്സലാം ചെയ്ത പലതും മഹാനായ മൂസ നബിക്ക് ഇഷ്ടപ്പെടാതെ വന്നപ്പോൾ മൂസാ നബിക്ക് പറയേണ്ടി വന്നു. ഖാല ലാ ബിസ്മില്ലാഹിർ റഹ്മാനിർ
റഹീം ലാ തുആഖിദ്നി ബിമാ നസീതു വലാ തുർഹിഖ്നി മിൻ അംരി ഉസ്റാ. ഖിദർ നബിയെ മറന്നുപോയി കേട്ടോ, മറന്നുപോയി. ലാ തുആഖിദ്നി ബിമാ നസീത്, മറന്നുപോയതിന് നിങ്ങൾ എന്നെ ശിക്ഷിക്കരുത്. മറവിക്ക് ശിക്ഷിക്കാൻ പാടില്ല, മറന്നുപോയി. ലാ തുആഖിദ്നി ബിമാ നസീത്. എന്നിട്ട് മുസ്ലിം അങ്ങോട്ട് പറഞ്ഞു ഖാല ഇൻ സഅൽതുക അൻ ശൈഇൻ ബഅദഹാ ഫലാ തുസാഹിബ്നി ഖദ് ബലഗ്ത മിൻ ലദുന്നി ഉദ്റാ. കപ്പലിൽ പൊളിച്ചപ്പോൾ മൂസാ നബി എന്തിനാണ് ചെയ്തത്? ഒരു കുട്ടിയെ കൊന്നുകളഞ്ഞപ്പോൾ ചോദിച്ചു എന്തിനാണ് നിങ്ങൾ ഇത് ചെയ്തത്? എന്നിട്ട് മൂസാ നബിയോട് ഖിദർ നബി ഞാൻ പറഞ്ഞില്ലായിരുന്നോ ചോദിക്കരുത് എന്ന്. മൂസാ നബി അങ്ങോട്ട് ഖിദർ നബിയെ ഇനി എങ്ങാനും ഇത് കഴിഞ്ഞ് ഞാൻ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഫലാ തുസാഹിബ്നി, നിങ്ങൾ എന്റെ കൂടെ കൂട്ടരുത്. ഫലാ തുസാഹിബ്നി ഖദ് ബലഗ്ത മിൻ ലദുന്നി ഉദ്റാ. ഒരു എക്സ്ക്യൂസ് എനിക്ക് തന്നൂടെ, ഒരു എക്സ്ക്യൂസ് എനിക്ക് തന്നുകൂടെ എന്ന് തനിക്ക് പറ്റിയ തെറ്റിനെ സമ്മതിച്ചു നബിയുല്ലാഹി മൂസാ അലൈഹിസ്സലാം. അതൊരു ക്വാളിറ്റിയാണ്, തെറ്റുപറ്റി എന്ന് പറഞ്ഞ് സമ്മതിക്കുന്ന ക്വാളിറ്റിയാണ്. ഓസ്ട്രേലിയക്കാരനായ ചെറുപ്പക്കാരൻ മുസ്ലിം, അദ്ദേഹത്തിന്റെ ചില വീഡിയോ ഉണ്ട്, അതിന്റെ പേര് തന്നെ സോറി എന്നാണ്. സോറി എന്നല്ല, സോറി ആൻ ഇസ്ലാമിക് വീഡിയോ എന്നോ ഇസ്ലാമിക് ഷോർട്ട് ഫിലിം കളിച്ചാൽ യൂട്യൂബിൽ കിട്ടും. ഇതൊരു ക്വാളിറ്റിയാണ് സോറി എന്ന് പറയുന്നത്. ഐ ആം സോറി, എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്, എനിക്ക് പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റിയാണ്. അത് വലിയവരും ചെറിയവരും പണ്ഡിതരും പാമ്പരും നേതാക്കളും ഭരണകർത്താക്കളും ഒക്കെ പറയാറുണ്ട്, നല്ലവർ, എന്നാൽ പറയാത്തവരുമുണ്ട്. അത് പറയുന്നത് ഒരു ക്വാളിറ്റിയാണ്. മുസ്ലിം സയ്യിദുനാ ഈസാ നബിയുടെ മനോഹരമായ ഒരു സംഭവമുണ്ട്. സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസുണ്ട്. ഒന്ന് നബി തങ്ങൾ പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈസാ നബി അലൈഹിസ്സലാം റഅ ഈസ ഇബ്നു മറിയം റജുലൻ യസ്രിഖ്. ഇത് വളരെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവമാണ്. ഒരാൾ മോഷണം ചെയ്യുന്നത് ആര് കണ്ടു? നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാം. ഒരാൾ മോഷ്ടിക്കുകയാണ്, അത് കണ്ടുകൊണ്ട് നേരിട്ട് കണ്ടു. ആര്? പ്രവാചകനായ അല്ലാഹുവിന്റെ കലിമത്തും റൂഹുമായ നബിയുല്ലാഹി ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം. അപ്പോൾ ഈസാ നബി ചോദിച്ചു, അസറഖത, നിങ്ങൾ മോഷ്ടിച്ചോ? അപ്പോൾ മോഷ്ടിച്ചാൽ ഖല്ലാ വല്ലാഹി അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹു, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഏതൊരു പടച്ചവനെയാണോ നമ്മൾ ആരാധിക്കുന്നത് ആ റബ്ബിനെ തന്നെയാണ് സത്യം. മാ സറഖതു, ഞാൻ മോഷ്ടിച്ചിട്ടില്ല. ഈസാ നബി കണ്ടുകൊണ്ട് കണ്ടതാണ് ഞാൻ മോഷ്ടിക്കുന്നത്. മോഷ്ടിച്ചോ എന്ന് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു അല്ലാഹുവിനെ സത്യം ചെയ്ത് പറഞ്ഞു. ഖല്ലാ വല്ലാഹി അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹു മാ സറഖതു, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഏതൊരു പടച്ചവനെയാണോ നമ്മൾ ആരാധിക്കുന്നത് ആ റബ്ബിനെ തന്നെയാണ് സത്യം, ഞാൻ മോഷ്ടിച്ചിട്ടില്ല. ഈസാ നബിയുടെ മറുപടി ആമൻതു ബില്ലാഹി വകദ്ദബ്തു ഐനി, ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചു, ഞാൻ എൻ്റെ കണ്ണിനെ കളവാക്കി, എൻ്റെ കണ്ണ് കണ്ടത് സത്യമല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാം അതിന് മറുപടി കൊടുത്തു. എന്നാ ഞാൻ കണ്ടത് തെറ്റായി, എൻ്റെ കണ്ണ് പഴച്ചതായിരിക്കും എന്ന് പറയൂലേ. ആമൻതു ബില്ലാഹി വല്ലാഹി അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹു, അല്ലാഹുവിന്റെ നാമം വെച്ച് അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹു, by God who there is no deity besides him, അല്ലാഹു അവനല്ലാതെ മറ്റൊരു ആരാധനയില്ല, അങ്ങനെയൊക്കെ പഠിച്ചവൻ ആ റബ്ബിനെ തന്നെയാണ് സത്യം. ഇതൊക്കെ പറയുമ്പോൾ പേടിച്ചു പോയി നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാം. കുഴപ്പമില്ല, ആമൻതു ബില്ലാഹ്, ഞാനും ഒരു മുസ്ലിമാണ്, മുഅ്മിനാണ്. പിന്നെ ഞാൻ കണ്ടത് എൻ്റെ കണ്ണാണ് കളവ് പറഞ്ഞത്, എൻ്റെ കണ്ണ് കളവ് പറഞ്ഞു, നീ കളവ് പറഞ്ഞിട്ടില്ല. അള്ളാഹുവിനെ വെച്ച് അനുസരിച്ച് മനുഷ്യൻ നുണ പറയുമല്ലോ. നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാം സ്വന്തത്തെ കുറ്റപ്പെടുത്തിയെന്ന എന്റെ കണ്ണിനെയാണ് ഞാൻ കളവാക്കുന്നത്, എന്റെ കണ്ണ് പറഞ്ഞതാണ് നുണ, നീ പറഞ്ഞ നുണയല്ല കേട്ടോ എന്ന് നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാം. ഈ ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ഹദീസിനെ മഹാന്മാർ വ്യാഖ്യാനിച്ചു. എന്താണ് ഈസാ നബി അങ്ങനെ പറയാൻ കാരണം? അപ്പോൾ ഈസാ നബി അലൈഹിസ്സലാം ആ മോഷണം ചെയ്ത ആളുടെ മോഷണത്തെ വ്യാഖ്യാനിച്ചു. ഒന്നുകിൽ അത് അയാളുടെ തന്നെ ഷോപ്പായിരിക്കും, ഒന്നുകിൽ ദാരിദ്ര്യം കൊണ്ട് ചെയ്തതായിരിക്കും, അല്ലെങ്കിൽ അറിയാതെ പറ്റിപ്പോയതായിരിക്കും, അല്ലെങ്കിൽ അയാൾ അവിടെ കൊണ്ടുവന്ന് ഒളിപ്പിച്ചു വെച്ച അയാളുടെ ഒരു സൂക്ഷിപ്പ് സ്വത്ത് എടുക്കാൻ വന്നതായിരിക്കും. കാണുമ്പോഴൊക്കെ മോഷണം എന്താ തോന്നുക?
അല്ലെ? സ്വന്തം ഷോപ്പ് വാതിലാക്കി എല്ലാവരും ഷോപ്പ് അടച്ചു പോയി ഒരു പുലർച്ചെ 2 മണിക്ക് 3 മണിക്ക് ഷട്ടർ തുറന്നിട്ട് സ്വന്തം ഷോപ്പിൽ എന്തെങ്കിലും എടുത്തു പോരാണെങ്കിലും ആണെന്ന് വിചാരിക്കുക കള്ള കയറിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ കയറിയത് ഉടമസ്ഥനായിരിക്കും. വൈസാനി പറയാണ്, എന്റെ കണ്ണാണ് കളവ് പറഞ്ഞത്, ഞാൻ അല്ലാഹുവിനെ വിശ്വസിച്ചു കേട്ടോ എന്ന്. അങ്ങനെ ഒരു സത്യം ചെയ്ത് പറഞ്ഞപ്പോ വൈസാനി എനിക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രവാചകന്മാരുടെ ചര്യയാണ്. തെറ്റുകൾ സമ്മതിക്കുന്നത് ഒരു ന്യൂനതയല്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാ ഇലൈക്കൽ കിതാബ ബിൽ ഹഖ്. അൻസൽനാ ഇലൈക്കൽ കിതാബ ബിൽ ഹഖ് ലിതഹ്കുമ ബൈനൻ നാസി ബിമാ വലാ തകുൽ ലിൽ ഖായിനീന ഖസീമാ. പ്രവാചകരെ, അല്ലാഹുവിന്റെ ദൂതരെ, അല്ലാഹു നിങ്ങൾക്ക് ന്യായപ്രമാണമായി വിശുദ്ധ ഖുർആൻ ഇറക്കി തന്നു. ബിൽ ഹഖ്, അത് സത്യമാണ്, അത് ന്യായമാണ്, അത് പ്രമാണമാണ്. എന്തിന്? ലിതഹ്കുമ ബൈനൻ നാസി ബിമാ അറാകല്ലാഹ്. അല്ലാഹു അങ്ങയെ പഠിപ്പിച്ചതനുസരിച്ച് ജനങ്ങളിൽ വിധി പറയാൻ വേണ്ടിയാണ് ഖുർആൻ. ഖുർആൻ ന്യായ പുസ്തകമാണ്. ഖുർആൻ ന്യായമാണ്, സത്യമാണ്.